ഞാനൊരു ദുഃഖപുത്രിയായിരുന്നു. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും, ഒരു മനുഷ്യനും എന്നെ കണ്ടുകൂടാ, എനിക്കാരും സപ്പോർട്ടില്ല, എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ, ദൈവം നീ എന്നെ കളഞ്ഞിട്ടേക്കോ. ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ചിരിക്കാൻ? ചെറുപ്പം മുതലേ ഇങ്ങനെ വീട്ടുകാരിങ്ങനെ സ്നേഹിച്ച് പാമ്പർ ചെയ്ത് കൊണ്ട് നടന്ന് വളർത്തിയൊരു കുട്ടിയൊന്നും ആയിരുന്നില്ല. ചെറുപ്പം എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, നമ്മൾ പറയില്ല നിറം കെട്ട ബാല്യം എന്ന് പറയും. അങ്ങനെ ഒരു എപ്പോഴും ക്രിറ്റിസിസവും കമ്പാരിസണും അങ്ങനെ അമ്മയുടെ കണ്ണീരും കരച്ചിലും ഒക്കെ കണ്ടു വളർന്ന കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി ജീവിതം ഭയങ്കര അൺഫെയർ ആണ്, ജീവിതം തന്നെ വേണ്ട, മടുത്തു, മതിയാക്കാം എന്നൊക്കെ ചിന്തിച്ചിരുന്ന, നിന്നെ കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ബോഡി ഷേമിങ്, ഞാൻ നല്ല ഹൈറ്റ് ഉള്ളൊരു വ്യക്തിയാണ്, അപ്പോൾ പൊക്കം കൂടുതലാണെന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കേട്ട് അത് മാത്രമല്ല, നമുക്ക് എന്താ പറയുക, ഒരു ആത്മാർത്ഥമായിട്ട്, എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും അങ്ങനെ നമ്മളെ സിൻസിയറായിട്ട് സ്നേഹിച്ചൊരു സുഹൃത്ത് എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഇല്ല. ഇവരാ അത്രയും മോശം സാഹചര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതിരുന്നിട്ട്, എല്ലാവരും തള്ളി പറഞ്ഞിട്ടും, ഞാൻ എൻ്റെ 2 മക്കളെയും കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞിരുന്ന സമയമുണ്ടോ, ആരുമില്ലാതെ ഒന്ന് സപ്പോർട്ട് തരാൻ പോലും ആരുമില്ലാതിരുന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ട്. നമ്മൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞപ്പോൾ സുജാർ മോഹൻ്റെ ബന്ധുവാണ്, സുജാർ മോഹൻ ഇതാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കൂടെ നിൽക്കാൻ ഇപ്പോൾ നമുക്ക് സൂപ്പറാണ്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതാണ്, വിജയിക്കുന്നവൻ്റെ കൂടെ ലോകം നിൽക്കത്തുള്ളൂ, പരാജിതൻ്റെ കൂടെ നിൽക്കത്തില്ല. ബിഹൈൻഡ് ദ സീൻസിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് നാഷണലിയും ഇന്റർനാഷണലിയും ഒരുപാട് ആൾക്കാർക്ക് അവരുടെ മനസ്സിൽ പോസിറ്റീവ് തോട്ട്സോട് നിറയ്ക്കുന്ന, അവരുടെ മൈൻഡിനെ വളരെയധികം സ്ട്രോങ് ആക്കുന്ന, മെൻ്റൽ സ്ട്രെങ്ത് ഇങ്ങനെ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സുജ ആർ മോഹനാണ്. ഹായ് സുജ. ഹായ്, നമസ്കാരം. നമസ്തേ. എത്ര പേർക്ക് കഴിഞ്ഞ ഒരു 5 വർഷങ്ങളായിട്ട് ഇപ്പം എന്താ പറയാ, നമ്മുടെ ഈ നാട്ടിലത്തെ ആൾക്കാരൊന്നും പോരാഞ്ഞിട്ട് ഇന്റർനാഷണൽ ലെവലിലൊക്കെ ആയിട്ട് എത്ര പേർക്ക് ഇങ്ങനെ പോസിറ്റീവ് തോട്ട്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, തളർന്നിട്ടില്ലേ? ഒരിക്കലും തളരില്ല. കാരണം എൻ്റെ ഒരു എന്താ പറയുക, ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് തന്നെ അതാണ്. എൻ്റെ എൻഡ് ഓഫ് ദ ലൈഫ് വരെ എത്ര മനുഷ്യരുടെ ലൈഫ് എനിക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, അത് ചെയ്യണം എന്നുള്ള അടങ്ങാത്ത ബേണിംഗ് ഡിസയർ ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഈ സുജയം ഒരു സാധാരണ ഒരു സ്ത്രീയല്ലേ? തീർച്ചയായിട്ടും നിരന്തരം ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ ബാക്ക് ടു ബാക്ക് ക്ലാസ്സസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 6 ഡേയ്സും ഒരേ ഷെഡ്യൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എത്രയായാലും നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കിട്ടും. നമ്മളിൽ കൂടെ മറ്റൊരാൾക്ക് സന്തോഷം കിട്ടുന്നു എന്നറിയുമ്പോൾ നമുക്കത് സന്തോഷം തന്നെയാണ്. എന്നിരുന്നാലും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ ഒരുപാട് കേൾക്കുന്ന ഒരു വ്യക്തിയും കൂടെ അല്ലേ സുജ? നിരന്തരം ഇങ്ങനെ പറയുമ്പോൾ ഒരു നിമിഷം പോലും തളർന്നിട്ടില്ലേ? തളരുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാഷനുണ്ട്. നമുക്ക് ഏത് മേഖലയിലാണോ പാഷൻ എന്ന് പറയുമ്പോൾ, നമുക്ക് സമയം പോകുന്നത് പോലും അറിയാതെ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുമ്പം നമ്മൾ അറിയുന്നില്ല സമയങ്ങളോ കാലങ്ങളോ കടന്നു പോകുന്നതൊന്നും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ 6.5 ദിവസം ഞാൻ നന്നായിട്ട് പണിയെടുക്കും, 1/2 ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്യും. ഈ 2 ദിവസം എന്നാ? 1/2 ദിവസം ഞാൻ സൺഡേ ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ മിക്കവാറും ഇപ്പം ഇൻ്റർവ്യൂസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഇൻ്റർവ്യൂസിനായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് പോകും, കുറച്ച് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ബീച്ചിലോ അല്ലെങ്കിൽ ഫോറസ്റ്റുമായിട്ട് കണക്ട് ആയിട്ടുള്ള പ്ലേസസിൽ, അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി ഫുൾ ചില്ല് ചെയ്ത് അങ്ങനെ പോയി അവിടെ ചെന്ന് ഇരിക്കുന്നതിന് മുമ്പ് തിരിച്ചു വരണ്ടേ? കാരണം എന്നാലും ഒരു 1/2 ദിവസം മാക്സിമം മിക്കവാറും ദിവസങ്ങളിലൊക്കെ കിട്ടാറുണ്ട്, അങ്ങനെ എൻജോയ് ചെയ്യും. അതാണ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ആകെ കാണുന്ന ഒരു വഴി എന്ന് പറയുന്നത്. അതെ അതെ, ബ്യൂട്ടിഫുൾ. അത് പാഷനോടുകൂടി ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു മടുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് തോന്നത്തില്ല. പക്ഷെ മടുപ്പ് തോന്നിയില്ലെങ്കിലും ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു നെഗറ്റീവ് തോട്ട്സിനെ കില്ല് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുമ്പോഴും ഒക്കെ ഈ ക്ലാസ്സസ് എടുക്കുമ്പോഴൊക്കെ ഒരു പരിധി വരെ അവരുടെ പ്രോബ്ലം നമ്മൾ കേൾക്കുക തന്നെ ചെയ്യും അല്ലേ? അത് കേൾക്കുകയും അത് അറിയുകയും ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ കൂടുതലായിട്ട് കേട്ടോണ്ടിരിക്കുകയല്ലേ? അപ്പൊ നമ്മുടെ മനസ്സിനെ അത് അപ്സെറ്റ് ആക്കില്ലേ? ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഗ്രൂപ്പ് സെഷനാണ്. ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെ 1-to-1 സെഷൻസ് ഒരുപാട് കേട്ട് ഇത് കേൾക്കുമായിരുന്നു. അപ്പോൾ മാം പറഞ്ഞതുപോലെ തന്നെ കറക്റ്റാണ്, നമുക്ക് ഒരുപാട് നെഗറ്റീവ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ അഫക്റ്റ് ചെയ്യും. ഗ്രൂപ്പിലാവുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ പ്രോബ്ലം എന്താണോ അതിനുള്ള എല്ലാത്തിനും സൊല്യൂഷൻ കൊടുക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ്
ഓൾമോസ്റ്റ് അവർക്കുള്ള പ്രോബ്ലം ഹീലാകും. അപ്പോൾ പിന്നെ നമുക്ക് വലിയ വിഷയം വരുന്നില്ല. പിന്നെ പ്ലാറ്റിനം സ്റ്റുഡൻസിന് മാത്രമാണ് ഇപ്പോൾ 1-to-1 സെഷൻ കൊടുക്കുന്നത്. കേൾക്കാറുണ്ട്, അത്യാവശ്യം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും, അതിനുള്ള സൊല്യൂഷൻ കൊടുക്കും. നമ്മളത് അപ്പോഴേ മൈൻഡിൽ നിന്ന് കളയും. അതുകൊണ്ട് തന്നെ നമ്മളെ ആ ഒരു നെഗറ്റിവിറ്റി എഫക്റ്റ് ചെയ്യുന്നില്ല. മൈൻഡിൽ നിന്ന് അത് പെട്ടെന്ന് കളയാൻ കളയാൻ പറ്റുന്നുണ്ടോ? പറ്റും. കാരണം പ്ലാറ്റിനം സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ സുജയുടെ പേജ് ഞാൻ ഫോളോ ചെയ്യുന്നോണ്ട് തന്നെ അറിയാം, ആ, നിരന്തരമായിട്ട് സുജയുടെ കൂടെ ലൈഫ് ലൈഫ് ലോങ്. ലോങ് നിൽക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് യെസ്, അവിടെ വരുന്നത്. യെസ്, അപ്പൊ അങ്ങനെ വരുമ്പം അവരായിട്ട് ഒരു ആത്മബന്ധം നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും എങ്ങനെയും ഉണ്ട്, നിങ്ങളുടെ ഉണ്ട്, ഉള്ളിൽ ഉണ്ട്. ഉണ്ടാവും ആ, അല്ലേ? ആ. അപ്പൊ അവരുടെ മനസ്സിൽ വിഷമിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സുജയുടെയും പ്രോബ്ലമായി മാറും, സുജയുടെയും മനസ്സ് വിഷമിപ്പിക്കും. ഉം. അപ്പം ആ ഒരു വിഷമം ഇങ്ങനെ എങ്ങനെ ഈസിയാക്കി സുജ അങ്ങനെ വിടാനുള്ള അങ്ങനെ സുജേനെ തന്നെ പ്രിപ്പയർ ചെയ്തെടുത്തത് എങ്ങനെയാ? നമ്മുടെ സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അത് ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി, എവറി സിംഗിൾ ഡേ എന്നോടൊപ്പം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി, അവർക്കറിയാം ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനെ എങ്ങനെ നെഗറ്റീവ് തോട്ടിനെ അത് മാറ്റി അത് പോസിറ്റീവിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഓൾറെഡി അവർ ട്രെയിൻഡ് ആണ്, അതിലേക്ക് എത്തുമ്പോൾ തന്നെ അവർ ട്രെയിൻഡ് ആണ്. അപ്പോൾ കറക്റ്റ് അവർക്കറിയാം എന്തൊരു ഇത് വന്നാലും എങ്ങനെ മാറ്റിയെടുത്ത്. അപ്പോൾ അവർ തന്നെ അതിലേക്ക് എത്തുമ്പോൾ തന്നെ ഡിപ്രഷന് ദിവസവും 5-6 ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് ഒരു മെഡിസിനും എടുക്കാതെ 24/7 ഹാപ്പിനെസ്സിലിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല എന്നല്ല, ഏത് പ്രശ്നം വന്നാലും അതിനെ തരണം ചെയ്ത് ഇങ്ങനെ വിടുക. തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവർ ഓക്കെയാണ്. പിന്നെ മനുഷ്യരാണ്, ചിലപ്പോൾ ലൈഫിൽ വലിയൊരു സിറ്റുവേഷൻ വരും. Yeah. വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു കൊടുക്കും, ടീച്ചറമ്മ എന്താ പറഞ്ഞു തന്നിട്ടുള്ളത്, മക്കൾ ഇങ്ങനെ ചെയ്യും. അതായത് ചില സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാം അറിയാമെങ്കിൽ നമ്മൾ ബ്ലാങ്കായി പോകുന്ന ചില അവസ്ഥകൾ വരും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് ഒരു ഐഡിയ കിട്ടും, അവരത് ചെയ്യും, അത് കളയും. ഞാൻ അങ്ങനെ കൂടുതൽ നെഗറ്റീവിലേക്ക് പോകാനായിട്ട് അവർക്ക് ഐഡിയ ആദ്യമേ കൊടുത്തിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവ് ആക്കാനുള്ള വിദ്യ പറഞ്ഞു ഉള്ളത് കൊണ്ട് തന്നെ വലുതായിട്ട് അങ്ങനെ നെഗറ്റീവിലേക്ക് പോവാറില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു സംഭവം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആ, നെഗറ്റിവിറ്റി, അതായത് നമ്മുടെ സെലിബ്രിറ്റീസിന്റെ എത്രയോ പേർക്ക് ഓരോന്നും പറഞ്ഞ് കമന്റ്സ് വന്നുകൊണ്ട് അതെ, എത്രയോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കറക്റ്റ്, പറയുന്നത്. കറക്റ്റ്. ഞാൻ തന്നെ എത്ര സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അവർ പറയും കമന്റ്സ് അവർ നോക്കാറേ ഇല്ല. കാരണം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ്. നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള മെസ്സേജസും നമ്മളെ വിഷമിപ്പിക്കുന്ന മെസ്സേജസും തുരുതുരാന്നിങ്ങനെ, എന്നാൽ വന്നോണ്ടിരിക്കും. അതിന്റെ പിന്നിലത്തെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുക പോലും ചെയ്യാണ്ടാണ് കറക്റ്റ്. പലരും നെഗറ്റീവായിട്ട് പറയുന്നത്. അപ്പം ആൾക്കാരുടെ ഇവർക്ക് വന്നിരിക്കുന്ന പോസിറ്റീവ് കമന്റ്സ് പോലും അവർ നോക്കുന്നില്ല. ഇതിനിടയിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ അതും വായിച്ചു പോവില്ലേ അതെ, എന്നോർത്ത്. അതെ. പക്ഷെ ഈ സുജയുടെ ടെക്നിക് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉം. അത് കുറെ കൂടെ ഇത് ഈസി ആക്കും. തീർച്ചയായിട്ടും, നെഗറ്റീവും തീർച്ചയായിട്ടും. പോസിറ്റീവ്. അതായത് എത്ര നെഗറ്റീവ് മനുഷ്യരും അവർക്ക് ആത്മാർത്ഥമായിട്ട് മാറണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഫുൾ ടൈം ആ പോസിറ്റീവ് തോട്ട്സിൽ ഇരുന്ന് 24/7 ഹാപ്പിനെസ്സിൽ ഇരിക്കാനുള്ള വിദ്യ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു ജോയിൻ സിൽവർ ക്ലാസ്. സിൽവർ ക്ലാസ്സിൽ ഇരുന്നാൽ അത് പഠിച്ചു പഠിക്കും, അതിനുള്ള വിദ്യ പഠിക്കും. ചാർജ് പോവുകയില്ല, ഫുൾ ടൈം ചാർജ്. അതായത് അതിനുള്ള വിദ്യ പഠിപ്പിച്ചു കൊടുക്കും. നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എന്താണേലും പലരും ചോദിക്കും, ടീച്ചർ മെഡിറ്റേഷൻ ഞാൻ എത്ര ദിവസം ചെയ്യണം? ഞാൻ പറയാം, നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ, നമ്മൾ കുളിക്കുന്ന പോലെ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാക്കി മാറ്റണം. ഇത് പ്രാക്ടീസ് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു പഴയ അവസ്ഥയിലേക്ക് പോകും. ഇപ്പം ഞാൻ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന ക്ലാസ്സുകൾ കാര്യങ്ങൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഈ ഒരു പോസിറ്റിവിറ്റിയിൽ അങ്ങനെയേ തുടർന്ന് പോകാൻ പറ്റും. നേരെ മറിച്ച് ഞാൻ ഈ പ്രാക്ടീസുകൾ നിർത്തി നോക്കും, എല്ലാവരും ബാക്ക് അടിച്ചു പോകും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ്, ഇതിനെ നമ്മുടെ ഒരു ദിനചര്യയാക്കി മാറ്റണം, ഒരു റൊട്ടീനാക്കി മാറ്റണം. എവറി സിംഗിൾ ഡേ നമ്മൾ മെഡിറ്റേഷൻ ചെയ്താൽ നമുക്ക് നല്ല ശാന്തതയിൽ ഇരിക്കാൻ പറ്റും. ദേഷ്യം, പലരും പറയാറുണ്ട് ദേഷ്യം വരുന്നു, പൊട്ടിത്തെറിക്കുന്നു. നമുക്ക് നമ്മുടെ ഇമോഷൻസ് എല്ലാം നമുക്ക് ശാന്തമാക്കാൻ മെഡിറ്റേഷൻ ഡെയിലി ചെയ്യുന്ന ഒരാൾക്ക് ദേഷ്യം പെടണമെന്ന് വിചാരിച്ചാൽ ദേഷ്യപ്പെടാൻ പറ്റില്ല. ഞാൻ ചില സമയത്ത് എൻ്റെ മൂത്ത മോൻ ഇളയ മോൻ എന്തെങ്കിലും കുരുത്തക്കെടാണെങ്കിൽ അമ്മ കൊടുക്കുമ്പോ ഒരടി, എൻ്റെ കൈ പൊങ്ങൂല, ദേഷ്യപ്പെടണം തോന്നും. ചില സമയത്ത് ഞാൻ ആക്ട് ചെയ്യേണ്ടി വരും ദേഷ്യപ്പെടുന്നതായിട്ട്. കാരണം നമ്മൾ നിരന്തരം മെഡിറ്റേഷൻ ചെയ്ത് നമുക്ക് ആ ദേഷ്യം, നമ്മളത് ശീലം, ഇതാണ് പറയുന്നത് ട്രെയിൻഡ് മൈൻഡും അൺട്രെയിൻഡ് മൈൻഡും. നമ്മൾ മനസ്സിനെ ട്രെയിനിങ് കൊടുത്തെടുക്കണം. ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ശാന്തതയിലിരിക്കാൻ, എന്ത് സിറ്റുവേഷൻ വന്നാലും കാമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനൊക്കെ പഠിക്കണം. പല സ്ത്രീകളും വീട്ടിൽ കിടന്ന് നല്ല ബഹളം വയ്ക്കുക, പൊട്ടിത്തെറിക്കുക, ഇതിനെല്ലാം നമ്മൾ കറക്റ്റ് ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയില്ല, ഒരു വ്യക്തിക്ക് മാറണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി നല്ല ശാന്ത സ്വഭാവത്തിലെത്തി മൈൻഡിൻ്റെ പവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെന്താഗ്രഹിക്കുന്നു, അവരേത് ലെവലിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു കാലത്ത് രമ്യയെ കണ്ടിട്ടുള്ളത് നമ്മുടെ കലാലയ വർണ്ണങ്ങൾ
അന്നൊക്കെ ഞാൻ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള, ഞാൻ ആരാധിച്ചിരുന്ന വ്യക്തിയുടെ മുമ്പിൽ ഞാനിന്ന് ഇരിക്കുന്നെങ്കിൽ എനിക്കത് ഭയങ്കര ഇതൊരു വലിയ മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് തോന്നുന്നത്. അന്ന് കണ്ട അതേപോലെ തന്നെ അത്രയും സുന്ദരിയായിട്ട് ചെറുപ്പമായിട്ടിരിക്കുന്നുണ്ട്. റിയലി, ഞാൻ വെറുതെ പൊക്കി പറഞ്ഞല്ല, ശരിക്കും അന്ന് കണ്ട അതേ ആള് തന്നെയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അപ്പം ഇതെല്ലാം ഒരു മാനിഫെസ്റ്റേഷനാണ്. 7,000 രൂപ സാലറിയിൽ നിന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലതവണ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ കോൺഫിഡൻസോടെയാണ് അത് പറയുന്നത്. തീർച്ചയായിട്ടും 7,000 രൂപ സാലറി, ഞാനിന്ന് മൾട്ടി മില്യണറായി നിൽക്കുകയാണ്, ഏതാനും മാസങ്ങൾക്കുള്ളിൽ, 1-2 മാസങ്ങൾക്കുള്ളിൽ ഞാൻ ബില്യണർ ആവും. മാസങ്ങൾക്കുള്ളിലല്ല, ഉടനെ. മാസങ്ങൾക്കുള്ളിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, എന്നാലും എന്നാലും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അതെ അതെ. പറയാണ്, ഉടനെ തന്നെ ആ ഒരു യാത്രയിലേക്കുള്ള വഴിയിലാണല്ലോ. അപ്പം ഈ ഒരു യാത്രക്കിടയിൽ ഞാൻ ചോദിക്കുക, ഇപ്പൊ സുജയനെ തളർത്താൻ അല്ലെ വിഷമിപ്പിക്കാൻ ഒന്നുമില്ലേ? ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പറയുന്നവർ വളരെ കുറവാണ്. അതായത് നമ്മുടെ സക്സസ്സിൽ അസൂയ കാണിക്കുകയും നമ്മളെ എങ്ങനെയെങ്കിലും വലിച്ചു താഴത്തേക്ക് ഇടാൻ ശ്രമിക്കുന്നവരാണ് മാക്സിമം പേരും. പിന്നെ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സിൻസിയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നമുക്ക് സപ്പോർട്ടേഴ്സിൻ്റെ എണ്ണം കുറവും, ബാക്കി നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് താഴോട്ട് പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടുതലുമാണ്. അതുപോലെ തന്നെ പലരും നമ്മളെ കോമ്പറ്റീറ്റേഴ്സായിട്ട് കണ്ട് നമ്മളെപ്പറ്റി മോശം പറയും. പിന്നെ അവളൊരു വലിയ BMW കാരി വന്നേക്കുന്ന, അവൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പലതും നെഗറ്റീവ് പറയുന്നവരുണ്ട്. നേരത്തെ രമ്യ പറഞ്ഞ പോലെ ഒരു വീഡിയോസിന് താഴെ, നമ്മുടെ വീഡിയോസിൽ ഇടാറില്ല, പക്ഷെ മറ്റുള്ളിടത്തൊക്കെ പോയി നെഗറ്റീവ് ഇടുന്നവരുണ്ട്, ഇതൊക്കെ പറ്റിപ്പാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. ബട്ട് എൻ്റെ ഫോക്കസ് അതിലൊന്നുമല്ല. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ മുന്നിൽ വരുന്ന ഓരോ മനുഷ്യരെയും എനിക്ക് രക്ഷപ്പെടുത്തിയെടുക്കണം. അവിടെ ഞാൻ തളർന്നിരുന്നാൽ, ടീച്ചറമ്മ എന്ന് പറയുന്ന വ്യക്തിയെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ അവർ തളരും, എനിക്കത് തളരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റൂ. അപ്പം ഏത് സാഹചര്യത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ. ഞാൻ എൻ്റെ മനസ്സിനെ ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിച്ചിട്ടിരിക്കുന്ന കാര്യമാണ്. ആരെന്ത് കല്ലെറിയട്ടെ, സാധാരണ ആരെങ്കിലും ഒരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെന്താ അത് ഓർത്ത് തളർന്നുകൊണ്ടിരിക്കും. എനിക്ക് ഒരു എറി കിട്ടിയ അവിടുന്ന് 1000 സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് വയ്ക്കും. അതുകൊണ്ട് എന്നെ എറിയുന്നവർ സൂക്ഷിച്ചു വേണം. അവർ വിചാരിക്കും എന്താ സുജാർ മോഹൻ അങ്ങ് തളർന്നടി. ഇത് അനുഭവിച്ച് നമ്മൾ പറയില്ലേ, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ലെന്ന്. അനുഭവിച്ച് അങ്ങ് സ്വർഗ്ഗലോകത്തിന്റെ വാതിലിൽ പോയിട്ട് തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇനി അനുഭവിക്കാനൊന്നുമില്ല. നമ്മൾ പറയില്ലേ കല്ലി അത്ര അനുഭവിച്ചൊരു വ്യക്തി. അതുകൊണ്ട് ഇനിയിപ്പം നമ്മളെ തളർത്താൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതങ്ങനെ തളരുന്ന ഒരാളും അല്ല. അതുകൊണ്ട് എറിയുന്നവരുടെ വിചാരം ഇതൊക്കെ എറിയുമ്പോഴത്തേക്ക് ഇവിടെ അങ്ങ് തളർന്നിരുന്ന് കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. ഞാൻ അങ്ങനെ ഇരിക്കത്തില്ല. എനിക്ക് ആ ഓരോ എറിയും എനിക്ക് തരുന്ന എൻ്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. ഞാൻ അതിനൊക്കെ 1000 മടങ്ങ് മുന്നോട്ടേക്ക് ശക്തിയായിട്ട് പോവാണ്. അത് ജീവിച്ച് കാണിച്ചിട്ട് ഞാൻ മറ്റുള്ളവരോട് പറയാണ്, ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ് യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. എന്താണ് സുജയന്റെ ബാറ്ററി ഡൗൺ ആവാതെ എപ്പോഴും ചാർജിൽ നിർത്തണത്? എന്തൊക്കെ ഫാക്ടേഴ്സാ? ഒന്നാമത്തത് എൻ്റെ ഹസ്ബൻഡ് പക്ക ബൈ ബർത്ത് ഒരു പോസിറ്റീവ് മനുഷ്യനാണ്. അപ്പം ഞാനൊരു പ്രശ്നം വരുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ നിൽക്കും ഹാങ്ങായിട്ട്. അപ്പോൾ നമുക്ക് ആരോടെങ്കിലുമൊക്കെ തുറന്ന് പറയണമല്ലോ. സ്ത്രീകളുടെ ഒരു സൈക്കോളജി എങ്ങനെയാണ്, നമുക്കൊന്ന് ആരോടെങ്കിലും പറയുമ്പോഴാണ് നമുക്കൊന്ന് മൈൻഡ് ഫ്രീ ആവും. അപ്പോൾ എവിടെയാണെങ്കിലും ഞാൻ വിളിക്കും, ഞാൻ പറയും എനിക്കൊരു കാര്യം പറയാനായിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ വളരെ, അദ്ദേഹം എന്നെ നമ്മൾ പറയില്ല, ഒരു ചെറിയ കുട്ടിയെ അച്ഛൻ എങ്ങനെയാണ് പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുക അതുപോലെ എന്നെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഫ്രം എൻ്റെ അതായത് പലരും വിചാരിക്കും ഞാൻ സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയെന്ന്. അദ്ദേഹം എന്നെ വിവാഹം കഴിച്ച നാൾ മുതൽ ഒരു നിധി കിട്ടിയാൽ ആ നിധി എങ്ങനെ കൊണ്ട് നടക്കും അതുപോലെയാണ് ഇന്നും ഈ നിമിഷവും. അന്നു മുതലേ ഇന്നും ഞാൻ ആ നെഗറ്റീവ് ആയിരുന്നപ്പോൾ പോലും ഞാൻ ചോദിക്കാറുണ്ട്, ഈ നെഗറ്റീവ് ആയിരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ എന്നെ സഹിച്ചു? അപ്പം പുള്ളി പറയുന്നത് സാരമില്ല. അത് പുള്ളി അതൊന്നും ഒരു ബാധിച്ചിട്ടില്ല. അല്ലല്ല, പക്ക അറേഞ്ച്ഡ് മാരേജ്. എൻ്റെ അമ്മ ഇങ്ങനെ സുഖമില്ലാതെ ഒരു ക്യാൻസർ വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ, ഇനി ഡോക്ടേഴ്സ് വിധി എഴുതി ദിവസങ്ങളേ ഉള്ളൂ ആയുസ്. അപ്പോൾ അമ്മ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ മോളുടെ വിവാഹം കാണണം. അപ്പോൾ ആങ്ങളമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കൊച്ചിൻ്റെ പെട്ടെന്ന് എനിക്ക് കല്യാണം കാണണമെന്ന് പറഞ്ഞു. സുജോറ്റ മോള്? അല്ലല്ല, ചേച്ചിയുണ്ട്. അപ്പം വേറെ കുറേ 3 പേര് കാണാൻ വന്നിരുന്നു. ഇദ്ദേഹം 4മത്തെയാണ്. അപ്പോൾ ഇദ്ദേഹം പെണ്ണ് കാണാൻ വന്ന സമയത്ത് വീട്ടിൽ ഭയങ്കര, അതായത് അമ്മ ഏത് നിമിഷം ആ ഒരു അവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം വന്ന് പെണ്ണ് കണ്ടു കഴിഞ്ഞിട്ട് അമ്മയെ പോയി കാണുകയാണ്. അപ്പോൾ അമ്മ അങ്ങ് എത്ര വയ്യാതെ കിടക്കാം. അപ്പോൾ അമ്മ ചോദിച്ചു, എൻ്റെ മോളെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു.
പിന്നെ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് അദ്ദേഹം വർഷങ്ങളോളം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്താ അമ്മ പറഞ്ഞതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഈയിടയ്ക്ക് എന്തോ പറഞ്ഞപ്പോൾ ആരോ ഇങ്ങനെ പറഞ്ഞ്, അന്ന് അമ്മ അവനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയെ നിർബന്ധിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ മോളെ നോക്കിക്കോണം, അവളെ കണ്ണ് നിറയാൻ ഇട വരുത്തരുത്. അന്ന് മുതൽ ഇന്ന് വരെ അപ്പോൾ പുള്ളി പറയുന്നത്, ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്, ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് നിന്റെ കണ്ണ് നിറയിക്കില്ല എന്നുള്ളത്. അത് അന്ന് മുതൽ ഇന്ന് വരെയും ആ മനുഷ്യൻ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറയും, ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയയിൽ നമുക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം വന്നു, അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയും, നമ്മൾ ജെനുവിനായിട്ട് നിൽക്കുകയാണ്, നമ്മൾ ജെനുവിനാണെന്ന് നമുക്ക് 100% ഉറപ്പുണ്ട്. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും നീ ഒരു കാര്യത്തിൽ റെസ്പോണ്ട് ചെയ്യാൻ പോണ്ട, നീ ആയിരിക്കുക. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതും പുള്ളിക്കറിയാം, അവളൊരു എന്താ പറയുക, ഇന്നസെൻ്റ് ആയിട്ടുള്ള വളരെ നിഷ്കളങ്കയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവളെ അങ്ങനെ ആവശ്യമില്ലാതെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, നീ അതിനകത്തോട്ടൊന്നും ഫോക്കസ് കൊടുക്കാൻ പോണ്ട, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക, ദൈവികമായിട്ട് മുന്നോട്ട് പോകുക. നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട്, ഇതിപ്പോഴും പോസിറ്റീവായിട്ട് നമുക്കറിയത്തില്ല, അത്രയും പോസിറ്റീവായിട്ട് ദൈവികമായിട്ട് ജീവിക്കുന്നവർ പറയുന്നവർ പറഞ്ഞോട്ടെ. പോസിറ്റീവായിട്ടുള്ള മനുഷ്യർ ആരെയും വേദനിപ്പിക്കാനും കല്ലെറിയാനും ഒന്നും പോകില്ല. പക്ഷെ ഇല്ലാത്തത് പലതും വരും, ഇതൊക്കെ പലതും വരും. നീ ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്തെല്ലാം നമ്മൾ കണ്ടു, എന്തിനെല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോയി. നീ അതൊക്കെ എടുത്തിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ബസ് എനിക്ക് ആ ഒരു വാക്ക് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും ചാർജ്ഡ് അപ്പ് ആവും. എത്ര വർഷമായി നിങ്ങളുടെ മാരീഡ് ലൈഫ്? 22. 22 ഇയേഴ്സ് അല്ലേ? അപ്പം അദ്ദേഹം ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അനിൽ ചേട്ടൻ, അദ്ദേഹം കൂടെ വന്നതിന് ശേഷം സുജയിൽ വന്ന വലിയൊരു മാറ്റം, നിങ്ങളുടെ ലൈഫ് തുടങ്ങിയതിന് ശേഷമുള്ള മാറ്റം എന്തായിരുന്നു? അതായത് കാരണം ഇത്രയ്ക്കും ചാർജിൽ നിൽക്കുന്ന ഒരു മനുഷ്യനല്ലേ. അതെ, നമ്മുടെ ആർമിയിലായിരുന്നല്ലോ അദ്ദേഹം. അതെ. അപ്പം ഇത്രയും ചാർജിൽ ഇങ്ങനെ ഫുൾ ആക്റ്റീവായിട്ട് നിന്ന മനുഷ്യൻ സുജ എന്ന് പറഞ്ഞ വ്യക്തിയിൽ വന്നിരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാ? അതെ, എനിക്ക് അങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങനെ വീട്ടുകാരിങ്ങനെ സ്നേഹിച്ച് പാമ്പർ ചെയ്ത് കൊണ്ട് നടന്ന് വളർത്തിയൊരു കുട്ടിയൊന്നും ആയിരുന്നില്ല. ചെറുപ്പം എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, നമ്മൾ പറയില്ല നിറം കെട്ട ബാല്യം എന്ന് പറയും. ഞാൻ അങ്ങനെ ഒരു എപ്പോഴും ക്രിറ്റിസിസവും കമ്പാരിസണും, അങ്ങനെ പേരൻസിനെ ഞാൻ കുറ്റം പറയില്ല. മേ ബി അവരുടെ സാഹചര്യങ്ങൾ, നമ്മൾ പറയാറുണ്ട് പേരൻസ് ആർ വിക്ടിംസ് ഓഫ് വിക്ടിംസ്. പേരൻസിന് മേ ബി അവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയത് അതായിരിക്കാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ശകാരം കേട്ട് വളർന്ന് എപ്പോഴും എന്ത് കാര്യത്തിനും കുറ്റം പറയുന്നത്, അങ്ങനെ ജീവിതം തന്നെ മടുത്തു എന്ന് കരുതിയിരുന്ന ഒരു കുട്ടിക്കാലം. ടീനേജിലേക്ക് വന്നപ്പോൾ ഒരുപാട് ബോഡി ഷേമിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു സന്തോഷം ഇല്ലാതിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ രമ്യ റിയൽ ലവ് എന്താണ്, യഥാർത്ഥ സ്നേഹം എന്താണെന്ന് എന്നോട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ വ്യക്തി. ഇവൻ മാതാപിതാക്കൾക്ക് സ്നേഹമില്ല എന്ന് ഞാൻ പറയില്ല, എക്സ്പ്രസ് ചെയ്തിട്ടുള്ള. ഇന്നും ഈ 22 വർഷവും ഞാൻ പലരെയും കണ്ടു. പിന്നീട് ഇങ്ങോട്ടേക്ക് സുഹൃത്തുക്കളാണെങ്കിലും പരിചയക്കാർ പലരും വന്നു. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്നേഹങ്ങളൊക്കെ ഞാൻ കണ്ടു. സുജ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഓരോ പീരീഡ് ഓഫ് ടൈം അവരുടെയൊക്കെ റിയൽ മുഖങ്ങൾ നമ്മൾ കണ്ടു. ഇന്നും തിരിച്ചും മറിച്ചും കുലുക്കിയിട്ടിട്ടും എങ്ങനെ നോക്കിയിട്ടും ഒരു മാറ്റവും ഇല്ലാതെ ജെനുവിനായിട്ട് 100% പോകുന്ന ആ ഒരു വ്യക്തി അദ്ദേഹമാണ്. അതുപോലെ ഞാൻ കുറച്ചു മുമ്പ് എൻ്റെ സ്റ്റുഡൻറ്റ് ദിബീഷിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 വർഷമായി എനിക്കൊപ്പം കൂടിയിട്ട് ഇന്നും ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും നമുക്ക് അതിനകത്ത് ഒരു എററും കണ്ടുപിടിക്കാൻ പറ്റാതെ ജെനുവിനായിട്ട്, അതായത് നമ്മൾ പറയില്ലേ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരെന്ന് പറയില്ലേ. അപ്പോൾ എൻ്റെ മക്കള് ഇവർ ഈ പറഞ്ഞവരൊക്കെ എനിക്ക് അത്രയും സപ്പോർട്ടാണ്. എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ദിബീഷിനോടായിരിക്കും ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, ടീച്ചർ ധൈര്യമായിട്ടേ ഞങ്ങളുണ്ട് കൂടെ, 4 കോർണറിൽ ടീച്ചർ, ഹസ്ബൻഡ്, അൻചേട്ടൻ, 2 മക്കൾ, ഞങ്ങൾ 4 ചുറ്റും ടീച്ചറിൻ്റെ ചുറ്റും ഞങ്ങൾ നിൽപ്പുണ്ട്, ധൈര്യമായിട്ട് ടീച്ചർ നില്ല. ആ ഒരു വാക്കൊക്കെ എനിക്ക് തരുന്ന ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ അതൊക്കെ നമുക്ക് ലൈഫിൽ എന്താ പറയുന്നത്, നമുക്ക് തരുന്ന സപ്പോർട്ട്, എന്നെ മുന്നോട്ട് നയിക്കുന്ന ഫാക്ടർ അതൊക്കെയാണ്. ഇവിടുത്തെ ഒരു സ്റ്റുഡന്റ്, പിന്നെ 4 പേര്, എനിക്ക് 4 ചുറ്റില്ല. ദിബീഷ് ആരും ടീച്ചറിനെ ഒന്നും പറയില്ല, ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ആ 4 പേർക്ക് നടുക്കാ ഞാൻ. എറിയുന്നവരെ കല്ലുക ആദ്യം അവർക്ക് കൊണ്ടിട്ട് എന്നെ കൊള്ളത്തുള്ളു. കേട്ടോ. അപ്പോ ഈ എന്താണ് അനിലേട്ടനിലൂടെ വന്നതിന് ശേഷം വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ 38 സുജേനെ തിരുത്താൻ നോക്കിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. തിരുത്താന്ന് പറഞ്ഞാൽ നീ റോങ് ആണ്, നീ അങ്ങനെയാണ്, ആർഗ്യൂ ചെയ്യ, അങ്ങനെയൊന്നും പുള്ളി ശ്രമിച്ചിട്ടില്ല. പുള്ളി ആ ഒരു നോർമൽ അങ്ങനെ പോയി. ഞാൻ ഈ പറഞ്ഞ പോലെ പിടിവാശി, ദേഷ്യം,
പിന്നെ എന്താ പറയുക, ആ ഒരു നെഗറ്റിവിറ്റിയിലൊക്കെ പോയി. പക്ഷെ പുള്ളി അതിനെയൊക്കെ കാമായിട്ട്, ചിലപ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കും, ദേഷ്യപ്പെടും, ആ നെഗറ്റീവ് ആയിരുന്ന സമയത്ത് എൻ്റെ എല്ലാ നെഗറ്റിവിറ്റിയും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പുള്ളി ഒരു ചെറിയ കുട്ടി വാശി പിടിച്ച് കാണിക്കുന്ന കാര്യങ്ങളായിട്ട് പുള്ളിക്ക് അതൊന്നും പുള്ളി അഫക്റ്റ് ചെയ്യില്ല. ഈവൻ പലരും എൻ്റെ ബന്ധുക്കൾ പോലും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇവൾ അങ്ങനത്തെ സ്വഭാവം ഇങ്ങനെയെന്നൊക്കെ. പുള്ളി അതൊന്നും മനസ്സിലേക്ക് എടുക്കില്ല. പുള്ളി ആരെന്ത് പറഞ്ഞാലും പുള്ളി അതൊന്നും കാര്യമായിട്ട് എടുക്കാതെ പുള്ളി അന്നും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. ഇന്നും നമ്മൾ പറയില്ല നിങ്ങൾ ജെനുവിൻ. തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? 7 ഏട്ടാ? ആഹാ, നല്ല ഭാര്യയാണല്ലോ. എനിക്ക് കറക്റ്റ് അറിയില്ല. നല്ല ഭാര്യ. അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതെ, എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? 8 ആ, സാധാരണ ഇത് ആണുങ്ങൾക്കാണ് അറിയാത്തത്. എനിക്ക് ഈ നമ്പറൊക്കെ കുറച്ച് സാധാരണ എനിക്ക് ഇടയ്ക്ക് കുറച്ച് നമ്പറൊക്കെ ഞാൻ മറന്നു. 8 വയസ്സിന്റെ 8 വ്യത്യാസം. വയസ്സിന്റെ വ്യത്യാസം. അദ്ദേഹം ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടുപോണു. സുജി തന്നെ പറയണ്ട, സുജിക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമായിരുന്നു. എന്തൊക്കെയോ കാര്യത്തിൽ ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഒരു ഒരു മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നിട്ടുണ്ടല്ലോ പലപ്പോഴും. എങ്ങനെ അദ്ദേഹം ഈ ഒരു സിറ്റുവേഷനൊക്കെ മൈൻഡ് ചെയ്യണ്ട, ശാന്തമാവും, ഇങ്ങനെയൊക്കെ ഒരു ഭർത്താവ് പറഞ്ഞാലും ഇപ്പൊ ഭാര്യ അങ്ങനെ പെട്ടെന്ന് കേൾക്കണം എന്നില്ലല്ലോ. അപ്പൊ അതെങ്ങനെ ഓവർ റൂൾ ചെയ്ത് ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ മാറ്റാൻ അദ്ദേഹം ഹെൽപ്പ് ചെയ്ത്? നെഗറ്റീവ് തോട്ട്സിനൊന്നും അദ്ദേഹം മാറ്റില്ല. അതായത് 38 വർഷം ഞാൻ നെഗറ്റീവ് തന്നെയാണ് ജീവിച്ചത്. കഴിഞ്ഞ ഒരു 5 വർഷത്തിന് ഇപ്പുറമാണ് ഞാൻ മാറിയത്. എന്നെ മാറ്റിയത് അദ്ദേഹം ഒന്നുമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അന്ന് മുതലേ അദ്ദേഹം മാറ്റണം. അദ്ദേഹം, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം പോസിറ്റീവാണ്. എന്നെ അങ്ങനെ എൻ്റെ കാര്യങ്ങളിലൊന്നും എന്നെ ഇതാക്കാതെ വളരെ പാമ്പർ സ്നേഹത്തോടെ കൊണ്ടുനടന്നു. എന്നെ മാറ്റിയെടുക്കാൻ ഒരിക്കലും അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം പറയും, ആടേ നീ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നീ ഇതൊക്കെ കള, ഇങ്ങനെയൊക്കെ പറയും. കളാന്ന് പറഞ്ഞ ഉടനെ നമുക്ക് കളയാൻ പറഞ്ഞു പറ്റുമോ? ഇത് ഞാൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് ഞാൻ തന്നെ എനിക്ക് മാറണമെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. എനിക്ക് ഇങ്ങനെ പോയാ പോരാ. കാരണം എനിക്ക് ആ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നതറിയാലോ. അപ്പൊ ആ ഇത് വന്ന് ജീവിതത്തിൽ നമുക്കൊരു ഘട്ടം എത്തുമ്പോൾ എന്താ പറയുക, നമ്മുടെ ഹെൽത്തും നഷ്ടപ്പെട്ടു, ജോലിയും നഷ്ടപ്പെട്ടു, ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഇങ്ങനെ കിടന്നാൽ പറ്റില്ല. 4 ചുവരുകൾ നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ കിടന്നാൽ പറ്റത്തില്ല. ഭർത്താവ് പിന്നെ കുഞ്ഞുങ്ങൾ ചെറുതാണ്, ഹസ്ബൻഡ് ഇനിയിപ്പോൾ ഞാനിങ്ങനെ കിടപ്പിലായി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താവും? എങ്ങനെയെങ്കിലും തിരിച്ച് ജീവിതത്തിലേക്ക് വരണമെന്നുള്ള വാശി, അതിനുവേണ്ടി ഏതറ്റം വരെ നമ്മൾ പോകാൻ തയ്യാറാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തിയപ്പോഴാണ് ഈ മൈൻഡ് പവറിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കി. ഒരുപാട് 100 കണക്കിന് പുസ്തകങ്ങൾ ഞാൻ വായിച്ചു കൂട്ടിയിട്ടുണ്ട്. അതെല്ലാം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. ഒരു മനുഷ്യൻ ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് അവൻ്റെ ഭാഗ്യം കൊണ്ടല്ല, അവൻ്റെ മൈൻഡ് സെറ്റ് മാറ്റണം. നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്ന് അവൻ എന്ന് പോസിറ്റീവിലേക്ക് എത്തുന്നോ അന്നേ അവൻ രക്ഷപ്പെടും. ഞാൻ എന്നിൽ അപ്ലൈ ചെയ്തു. വായിക്കുന്ന ഓരോ അറിവുകളും ഞാൻ എന്നിൽ അപ്ലൈ ചെയ്തു. എൻ്റെ നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവിലേക്ക് എത്തി. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു, അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തു, വിഷ്വലൈസേഷൻ കൊടുത്തു. ഞാനെന്ന വ്യക്തിയിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു എൻ്റെ സ്വഭാവത്തിൽ. ഞാൻ തിരിച്ചറിഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റിയലൈസ് ചെയ്യണം നമ്മളെപ്പോഴും എന്താണ്, നമ്മൾ മാക്സിമം മനുഷ്യർ ഈഗോ ഉള്ളവരാണ്. ഐ ആം റൈറ്റ്, യു ആർ റോങ്, ഞാൻ ശരിയാ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അവിടെ റിയലൈസ് ചെയ്തു ഐ വാസ് ദ കൾപ്രിറ്റ്. ഞാനായിരുന്നു കുറ്റവാളി. എന്നിൽ ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. അതിനെ മാറ്റിയിട്ട് ഞാൻ എപ്പോഴും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് ജീവിച്ച ഒരാളാണ്. എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അവർ കാരണം, ഇവർ കാരണം, എൻ്റെ പേരൻസ് സ്നേഹം തന്നില്ല, അല്ലെങ്കിൽ ഇന്നാരെൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറി, ഞാൻ എപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കി ജീവിച്ചു. ഞാൻ ആ ബ്ലെയിമിങ് അവിടെ നിർത്തി. ഞാൻ ഐ ടു 100% റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, അത് എൻ്റെ പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കി. അത് സ്വയം തിരിച്ചറിഞ്ഞു. സ്വയം അത് ട്രെയിൻ, സ്വന്തം തന്നെ നമ്മളെ തന്നെ നമ്മുടെ സെൽഫിനെ ട്രെയിൻ ചെയ്തു. അങ്ങനെ ഞാൻ ഈ വീഡിയോസ് കല്യാണം കഴിഞ്ഞ് അദ്ദേഹം കൂടെ ഉണ്ടായിട്ട് അനിലേട്ടൻ ഇങ്ങനെ ഓരോന്നും പോസിറ്റീവായിട്ട് നിറഞ്ഞു നിന്നപ്പോഴും ഒരാള് നന്നാവണം എന്നുണ്ടെങ്കിൽ അയാൾ സ്വയം തന്നെ തീരുമാനിക്കും. അദ്ദേഹം പറയും എന്തെങ്കിലും ഒരു കാര്യം, നീ അതങ്ങളാ, ഇങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞത് കൊണ്ട് നമുക്ക് പറ്റില്ല. ജസ്റ്റ് ആരെങ്കിലും ഇപ്പോൾ രമ്യ എടുത്ത് ഞാൻ വന്നിട്ട് രമ്യ ഇങ്ങനെ വിഷമം ഉണ്ടാവും അങ്ങനെ പറഞ്ഞു പറയാം, അതെ കളഞ്ഞിട്ട് ഇയാളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അങ്ങനെ കളാന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡ് കള. ഹൗ? അത് അദ്ദേഹത്തിന്റെ ട്രെയിൻഡ് അല്ല. അദ്ദേഹത്തിന്റെ മൈൻഡിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് നെഗറ്റീവ് തോട്ട്സ് വരാറില്ല. നമ്മൾ പറയില്ല, വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർക്കാണ് അങ്ങനെ. അദ്ദേഹത്തിന് അങ്ങനെ വരാറില്ല. അപ്പൊ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ നെഗറ്റീവ് തോട്ടുള്ളൊരു വ്യക്തിയെ എങ്ങനെ മാറ്റണമെന്നും. ഇന്ന് വരെ വിശപ്പ് അനുഭവിച്ചിട്ടില്ലാത്തൊരുത്തിന് വിശപ്പിന്റെ വില എങ്ങനെയാ മനസ്സിലാക്കുക? അപ്പൊ അദ്ദേഹത്തിന് അറിയില്ല അത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആ നെഗറ്റീവ് എങ്ങനെ മാറ്റുമെന്നുള്ളത് എനിക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു. അങ്ങനെ ഞാൻ എന്നിൽ വർക്ക് ചെയ്തു. ഇതെല്ലാം ഞാൻ എന്നിൽ അപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മൾ പറയില്ല ഇപ്പൊ ടെക്നിക്ക് പിടിയിട്ട്
അങ്ങനെ ഞാൻ ആദ്യം ഹിന്ദിയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ഹിന്ദിക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം മലയാളത്തിലേക്ക് വന്നു. അന്ന് ആ സമയത്തൊന്നും ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല ഓൺലൈനിൽ, സൂമിൽ. ഞാൻ അങ്ങനെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി, എന്താവുന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ക്ലിക്കായി, ഇന്ന് ദേ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ഓരോ സിറ്റുവേഷൻസിലും സുജ തന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏറ്റവും മോശം അവസ്ഥ വരുമ്പോഴാണ് ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആവുക എന്നുള്ളത്. പക്ഷേ അത് പറയുമ്പോൾ അതേപോലെ തന്നെ ചില വ്യക്തികൾ ഒരു പക്ഷെ സ്ട്രോങ് ആവുമായിരിക്കാം, ചില വ്യക്തികൾ അതേപോലെ തന്നെ ഡിപ്രഷനിലേക്കും പോകുമില്ലേ? എങ്ങനെയാ അത് ആ ഒരു സിറ്റുവേഷൻ? പലരും പല രീതി രണ്ട് റൂട്ടാ എടുക്കുന്നത്. എങ്ങനെയാ? ഇപ്പം നമുക്ക് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. മൊബൈലിനകത്ത് ആ ഒരു മൊബൈലിലൂടെ ആയിരിക്കും ഒരു വ്യക്തി ഒരു നല്ല വീഡിയോ കണ്ട് എനിക്ക് ലൈഫിൽ രക്ഷപ്പെടണമെന്നുള്ള ഒരു വ്യക്തി ചിന്തിക്കുമ്പോൾ ആ ചിന്തയുടെ അനന്തരഫലമായിട്ട് ചിലപ്പോൾ യൂട്യൂബിൽ ആ വ്യക്തി സെർച്ച് ചെയ്യുമ്പോഴായിരിക്കും ഹായ് മക്കളെ എന്ന് പറഞ്ഞിട്ട് മേ ബി എൻ്റെ ഒരു വീഡിയോ കാണുന്നത്. ആ ഒരു വീഡിയോ ചിലപ്പോൾ അവരുടെ ലൈഫ് പലരും എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ പറയാറില്ല, നേരിട്ട് പറയണ്ട, ആ ഒരൊറ്റ വീഡിയോ കണ്ടത് ആ ജീവിതത്തിൽ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. പിന്നീടുള്ള വീഡിയോസ് കണ്ടു, സംഗതി പിടികിട്ടി. അപ്പോൾ ഒരു മനുഷ്യന് ചിലപ്പോൾ അവരുടെ ഉള്ളിൽ കൂടുതൽ നെഗറ്റിവിറ്റി ആയിരിക്കും കിടക്കുന്നത്. വീഡിയോ കണ്ടാൽ ഇവരാരാ മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവിലേക്ക് എത്തണമെന്നൊരു ചിന്ത വരുമ്പോൾ ഇഫ് ദ സ്റ്റുഡൻറ് ഈസ് റെഡി, ആ ഗുരുവിലേക്ക് കറക്റ്റായിട്ട് കണക്റ്റ് ആവും, ആ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റ് ആവും. അപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ആ ടീച്ചർ പറഞ്ഞിട്ടുള്ള എന്താ, പ്രശ്നങ്ങൾ വളരാൻ നല്ലതാ, പ്രശ്നങ്ങൾ വരട്ടെ. പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ളവനെ, ഇപ്പോൾ എനിക്കറിയാം എൻ്റെ പല ബന്ധുക്കളും അവരൊക്കെ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ അവരുടെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ട് കൊടുത്ത് സ്നേഹം കൊടുത്ത് എല്ലാത്തിനും ഇങ്ങനെ കൈവെള്ളെ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുന്നവരുണ്ട്. അവർക്കൊന്നും നമ്മൾ പറയില്ലേ, താങ്ങാൻ ആളുള്ളവരെ തളർച്ചയുള്ളൂ എന്ന് പറയും. ഞങ്ങൾക്കൊന്നും താങ്ങാൻ ആരുമില്ലായിരുന്നു. ഇവൻ എൻ്റെ അമ്മ, എൻ്റെ ഒരു 20 വയസ്സ് കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചതാണ്. പിന്നീട് ഇങ്ങോട്ടേക്ക് വിവാഹം, 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചറിയാമല്ലോ, നമുക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പ്രസവത്തിൻ്റെയൊക്കെ സമയത്ത് അമ്മയുടെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ വളരെ വലുത്. നമ്മൾ ആരെല്ലാം കൈയും കാലും പിടിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയാം. ആ സമയത്തൊക്കെ എന്തെല്ലാം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അനുഭവിച്ച് ആ അനുഭവങ്ങളാണ് എന്നെ സ്ട്രോങ് ആക്കിയത്. രമ്യ കണ്ടപ്പോൾ പറഞ്ഞില്ല, സംസാരം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. ഈ അനുഭവങ്ങളില്ലെങ്കിൽ ഞാൻ എന്താ പറയുക? ഞാൻ എൻ്റെ ക്ലാസ്സിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഒക്കെ പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ വരുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ തളരാം അല്ലെങ്കിൽ വളരാം. തകർന്നടിഞ്ഞിരുന്നാൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കാം, ഡിപ്രഷനായിട്ട് നമ്മൾ അവിടെ ഇരിക്കാം. നേരെ മറിച്ച് ഞാൻ അന്നൊന്ന് മാറി ചിന്തിച്ചത് കൊണ്ടല്ലേ ഇന്ന് ലക്ഷങ്ങൾക്ക് വെളിച്ചമാകാൻ കഴിയുന്നത്. അപ്പോൾ ഓരോ മനുഷ്യരും ആ ലെവലിലേക്കൊന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് സ്വയം ഓരോ വ്യക്തി തന്നെ വിചാരിക്കണം. പോസിറ്റീവ് തിരഞ്ഞെടുക്കണോ നെഗറ്റീവ് തിരഞ്ഞെടുക്കണോ? ട്രോമാസ് ഉണ്ടാവും ലൈഫിൽ, പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ എല്ലാവർക്കും പലതരത്തിലുള്ള പല പ്രശ്നങ്ങളാണെന്നേ ഉള്ളൂ. ആ പ്രശ്നങ്ങളിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്താ? എനിക്ക് മാറണം. നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിന് അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ, നല്ല പുസ്തകങ്ങൾ, നല്ല അറിവുകൾ, നല്ല യൂട്യൂബ് വീഡിയോസ് നമ്മളിലേക്ക് എത്തി നമുക്ക് ആ ഒരു ചേഞ്ചിലേക്ക് വരും. അതല്ല എൻ്റെ ലൈഫ് മടുത്ത് എനിക്ക് മതിയാക്കാമെന്ന് ചിന്തിച്ചാൽ ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അവരിലേക്ക് വരുന്നത്. സോ എപ്പോഴും നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു, നമ്മുടെ ചിന്ത, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത് അത് തന്നെയാണല്ലോ. നമ്മൾ എന്തിലേക്ക് ഫോക്കസ് കൊടുക്കുന്നു അത് നമ്മളിൽ വളരും. അപ്പം നമ്മൾ എപ്പോഴും പോസിറ്റീവിലേക്ക് ഫോക്കസ് കൊടുക്കുക, നല്ലത് ചിന്തിക്കുക. ലൈഫിൽ നമ്മൾ എന്ത് ചിന്തിച്ചാലും നടക്കുമെങ്കിൽ എന്തിനാ ആവശ്യമില്ലാത്ത ചിന്തിച്ച് ലൈഫ് നശിപ്പിക്കുന്നത്? നല്ലത് ചിന്തിച്ച് ഈ ലോകത്ത് നേരത്തെ പറഞ്ഞ 7000-ൽ നിന്നും മൾട്ടി മില്യനർ ലെവലിലേക്ക് എത്തി, ബില്യനർ ലെവലിലേക്ക് എത്തിയിരിക്കും. രമ്യയുടെ മുമ്പിൽ ഇരുന്ന് തന്നെ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ അന്ന് രമ്യ പറയും, അന്ന് സുജ പറഞ്ഞിരുന്നു മൾട്ടി മില്യൻ അതെത്തും. അതിലൊന്നും എനിക്ക് യാതൊരു സംശയമില്ല. കാര്യം എൻ്റെ മനസ്സിനകത്ത് ഞാനത് ആയിക്കഴിഞ്ഞു. നമ്മുടെ മനസ്സുകൊണ്ട് എന്ത് ബിലീവ് ചെയ്യുന്നു. അപ്പം നമ്മളൊരു സാധാരണ സ്ത്രീ, ആ ഒരു സാധാരണ സ്ത്രീക്ക് നമുക്ക് ആ ലെവലിൽ എത്താൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാഷനെ കണ്ടെത്തണം. ഓരോ മനുഷ്യർക്കും ഓരോ പാഷൻ. പലരും എന്താ ചെയ്യുന്നത്, വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതാണ് അപ്പോൾ പോയി കോപ്പി അടിക്കുക, കോപ്പി പേസ്റ്റ് നടക്കില്ല. ഇപ്പൊ രമ്യയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആങ്കറാണ്, അതുപോലെ ഈ പോഡ്കാസ്റ്റ് ചെയ്യാൻ. ഈവൻ ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല, എനിക്കതിനകത്ത് ശോഭിക്കാൻ പറ്റില്ല. കാര്യം എൻ്റെ സ്കില്ല് അതിലല്ല കിടക്കുന്നത്. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം ഇതാ. പലരും നോക്കും, സുജാർ മോഹൻ കാശ് സമ്പാദിക്കാൻ നമുക്കും ഇതിങ്ങനെ ചെയ്യാം. അവർക്കതിനകത്ത് പാഷനില്ലേ, അവർക്കതിൽ ശോഭിക്കാൻ പറ്റില്ല. അവർക്കതിനകത്തൊരു ഇഷ്ടം വേണം. അവരുടെ ലൈഫ് പർപ്പസ് അതാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കറിയാം ദൈവം എന്നെ ഏൽപ്പിച്ച്. ഈശ്വരന് എല്ലാ മനുഷ്യരുടെയും മുന്നിലേക്ക് എത്താൻ പറ്റില്ല. ഈശ്വരൻ ആരുടെയെങ്കിലുമൊക്കെ രൂപത്തിലായിരിക്കും എത്തുന്നത്. വീഡിയോസിന് താഴെ കമൻ്റ് എടുത്ത് നോക്കിയാൽ പലരും പറയാറുണ്ട് ഈശ്വരന് തുല്യമാണ് ടീച്ചറമ്മ ഞങ്ങൾക്ക്. കാരണം അത്രയും തകർന്നടിഞ്ഞിരിക്കുന്ന സമയത്ത് ഈശ്വരൻ്റെ രൂപത്തിലെത്തി ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കൊക്കെ ആയിരിക്കും ഒരു മനുഷ്യനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്നെ ഒരു നിയോഗം
ഈശ്വരനെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു നിയോഗത്തിലുള്ളൊരു വ്യക്തിക്ക് എന്നും ഉയർച്ചയുണ്ടാവുള്ളൂ. ഈ മണിയും സക്സസ്സും ഒക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെക്കൻഡറിയാണ് രമ്യ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡെഡിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് മടുപ്പ് തോന്നാതെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ആ ഹെൽത്ത് ഇഷ്യൂ വന്ന് ഞാൻ തളർന്നു കിടക്കുന്ന സമയത്ത് ദൈവത്തോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുള്ളൊരു കാര്യം, എങ്ങനെയെങ്കിലും ഈ അവസ്ഥയെ മറികടക്കാൻ എന്നെ ഒന്ന് സഹായിക്കുക ദൈവമേ. അവിടുന്ന് എന്നെ സഹായിച്ച ഇനി എൻ്റെ എൻഡ് ഓഫ് ദ ലൈഫ്, എൻ്റെ അവസാന ശ്വാസം വരെ എനിക്ക് എത്ര പേരെ ജീവിതത്തിൽ രക്ഷിക്കാൻ പറ്റും ഞാനത് ചെയ്തിരിക്കും. അത് ഞാൻ എൻ്റെ ഈശ്വരന് കൊടുത്ത വാക്ക്. അതെൻ്റെ എൻഡ് ഓഫ് ദ ലൈഫ് വരെ എനിക്ക് ആയുസ്സും ആരോഗ്യം ഭഗവാൻ എന്നുവരെ തരുന്നു, അത് ഞാൻ ചെയ്യും, അത് ഞാൻ ചെയ്തിരിക്കും. അതുകൊണ്ട് എനിക്കതിനകത്ത് ഒരിക്കലും മടുപ്പില്ല. ഞാൻ ഈശ്വരന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരു ദൈവവില ചെയ്യുന്നു, അതാണ് ചെയ്യുന്നത്. എങ്ങനെയാ നമ്മുടെ മൈൻഡിനെ ഇത്ര സ്ട്രോങ് ആക്കാൻ നമുക്ക് പറ്റുന്നത്? അനുഭവങ്ങൾ. ഈവൻ ഐ എം ഗ്രേറ്റ്ഫുൾ ടു മൈ പേരൻസ്. അവരെന്നെ ഇങ്ങനെ ഭയങ്കര പാമ്പർ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ മേ ബി Yeah. എനിക്കൊരിക്കലും എന്താ പറയുക, നമുക്ക് ഞാൻ ഏറ്റവും ലൈഫിൽ ഏറ്റവും കൂടുതൽ കൊതിച്ചിട്ടുള്ളത് സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് സ്നേഹം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ്. ഇതൊക്കെയാണല്ലേ സ്നേഹം, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ സ്നേഹിക്കേണ്ടതെന്നൊക്കെ ഞാൻ തിരിച്ചറിയുന്നത്. അപ്പൊ അങ്ങനെയായിരുന്നെങ്കിൽ സ്നേഹം എന്തെന്നറിയില്ലായിരുന്ന സുജ എക്സ്പ്രസീവ് ആയിരുന്നോ? അതായത് അനിലേട്ടൻ ആഗ്രഹിച്ച പോലത്തെ സ്നേഹം സുജിക്ക് കൊടുക്കാൻ പറ്റിയോ? ഒരുപാട് നാളല്ലായിരുന്നു അങ്ങനെ എനിക്കും, കാരണം കാരണം കണ്ടിട്ടില്ല, ഇല്ല, അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അനുഭവിച്ചിട്ടില്ല. എൻ്റെ മക്കളോട് ഞാൻ ഭയങ്കര റൂഡായിട്ടുള്ളൊരു അമ്മയായിരുന്നു. നെഗറ്റീവ് ആയിരുന്ന സമയത്ത് മൂത്ത മോനെ ഞാൻ ശരിക്കും അടിക്കും, വഴക്ക് പറയും, അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. ഹസ്ബൻഡ് ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ കുഞ്ഞുങ്ങളോടൊക്കെ കുറച്ച് സ്നേഹത്തോടെ പെരുമാറിക്കൂടെ, എന്താ നീ ഇങ്ങനെ? അപ്പം ഞാൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, എനിക്കിതാ കിട്ടിയിട്ടുള്ളത്, കിട്ടിയതേ ഞാൻ കൊടുക്കൂ, എനിക്ക് എൻ്റെ പേരൻസിന് ഇതാ കിട്ടിയത്, ഞാനിതേ കൊടുക്കൂ. അതായിരുന്നു എൻ്റെ മറുപടി. പിന്നീട് പോസിറ്റീവിലേക്ക് എത്തിയപ്പം ഞാൻ മനസ്സിലാക്കിയത് നമ്മളെപ്പോഴും നമ്മുടെ പേരൻസിനെയാണ് നമ്മൾ പേരൻസ് ആവുമ്പോൾ കോപ്പി ചെയ്യുന്നത്. അങ്ങനെ ഒരു പേരൻ്റ് ആയിരുന്നു ഞാൻ. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കിയാൽ ഭയങ്കര തെറ്റാണ് ചെയ്തത്. അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് കിട്ടാത്തതെന്തോ നമ്മുടെ മക്കൾക്കത് കൊടുക്കണം, അവർ സ്നേഹം കൊടുത്തു തന്നെ വളർത്തണം. പിന്നെ ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്ത് ഇന്ന് എൻ്റെ മൂത്ത മോനോട് അവൻ കോളേജിൽ ഇതുപോലെ പിന്നെ അവൻ്റെ ഫസ്റ്റ് ഡേ അവൻ BBAക്ക് ജോയിൻ ചെയ്തപ്പോൾ അവിടെ പറഞ്ഞു, നിങ്ങളുടെ റോൾ മോഡൽ ആരാണ് എന്നുള്ളത് ഇവിടെ വന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഭയങ്കര റൊണാൾഡോ ഫാനാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് റൊണാൾഡോയെ പറ്റി അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്റ്റേജിൽ എല്ലാവരുടെയും മുമ്പിൽ എത്തിയിട്ട് അവൻ പറഞ്ഞു, റൊണാൾഡോ എന്ന് പറയാൻ തുടങ്ങിയതും അവൻ്റെ മനസ്സ് പറഞ്ഞു, ശരിക്കും നിൻ്റെ റോൾ മോഡൽ റൊണാൾഡോ തന്നെയാണോ, നിൻ്റെ അമ്മയല്ലേ? അപ്പോൾ അവൻ അവിടെ പോയി എന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ. എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഭയങ്കര നെഗറ്റീവായിരുന്നു. അമ്മ അത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെയായിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു രൂപ എടുക്കാൻ ഇല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നിടത്തുനിന്ന് ഇന്ന് അമ്മ സ്വന്തമായിട്ടൊരു ഓൺടർപ്രണറായി നിരവധി പേർക്ക് സാലറി കൊടുക്കുന്നുണ്ട്. ഇന്നൊരു മൾട്ടി മില്യണറായ കഥ ഒക്കെ പറഞ്ഞപ്പോൾ ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാവരും കൈയടിച്ചു. അപ്പോൾ ഇന്ന് എൻ്റെ മകനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, നിസ്സംശയം പറയും, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അവൻ്റെ റോൾ മോഡലും ഒക്കെ ഒന്നുമില്ലായ്മയെന്ന് കയറി വന്ന അവൻ്റെ അമ്മയാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു സ്ത്രീക്കും ഇന്ന് നമ്മൾ ചിലപ്പോൾ ഒരു എന്താ പറയുക, വീട്ടിൽ കിടന്ന് അലറുകയും ബഹളം വയ്ക്കുകയും പിള്ളേരോട് ദേഷ്യപ്പെടും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്നൊരമ്മയായിരിക്കും, അല്ലെങ്കിൽ ഒരു പേരൻ്റ് ആയിരിക്കും. മനസ്സ് വെച്ചാൽ ആർക്കും മക്കളുടെ ഒരു റോൾ മോഡലാകുന്ന അച്ഛനമ്മമാരായി മാറാം, ആർക്കും പറ്റും. അപ്പോൾ നിരന്തരം ഇതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചർമാരുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു രീതിയിലും ഒരു ഇഷ്യൂവും അവരെ തളർത്തില്ല, അതിൽ ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി മീൻസ് ആ വ്യക്തി എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. ഐ ആം ഒൺലി എ ഗുരു. സുജേനെ തളർത്തില്ല. എങ്ങനെ? ഒരു ഇഷ്യൂവും സുജേനെ ഞാൻ തളർത്തില്ല, പറഞ്ഞല്ലോ, പറയാലോ. ലൈഫിൽ പല ഇഷ്യൂസും. ഇപ്പോൾ കുറച്ച് ഒരു 2 weeks ആയി എൻ്റെ അമ്മയുടെ സഹോദരൻ മരിച്ചു. എനിക്ക് എൻ്റെ ആൾക്കാരെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജീവനാണ്. എനിക്കതൊക്കെ എൻ്റെ സാധനത്തിനൊക്കെ അപ്പുറത്താണ്. എനിക്കത് പെട്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമമായി. പെട്ടെന്ന് ഒരു ദിവസം കൈവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, പിന്നെ ഇങ്ങനെ ICUലാവുന്നു, വെന്റിലേറ്ററിലാവുന്നു, പിന്നെ മാമൻ തിരിച്ചു വന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അറിയുമ്പോൾ ഐ എം നോട്ട് എ റോബോട്ട്, ഐ ഹാവ് ഓൾ ദി ഇമോഷൻസ്. ഞാനൊന്ന് ഡൗൺ ആയി. ഹസ്ബൻഡ് ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് കരഞ്ഞു. കരഞ്ഞിട്ട് കണ്ണു തുടച്ചു, ബാ നമുക്ക് പോവാം, എക്സ്പ്രസ് ചെയ്തു. ബട്ട് വിത്തിൻ 1 or 2 minutes ഐ കെയിം ബാക്ക് ടു നോർമൽ, തിരിച്ചു വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി ആ അടക്കുന്ന സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും ഞാൻ ബോധപൂർവ്വം കരയുന്നില്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതെനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ബോഡി എടുക്കുമ്പോഴൊക്കെ മാമനോട് പ്രാർത്ഥിച്ചു, മാമ എനിക്ക് ഒരുപാട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുണ്ട്, എനിക്ക് ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്യാറുണ്ട്, മാമൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം 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 എന്ന് പറഞ്ഞ് എൻ്റെ ഇങ്ങനെ കണ്ണുനീര് അടർന്നടന്ന് വീഴുന്നുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹത്തോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ടീയേഴ്സാണ്, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു എന്താ പറയുക സമയത്ത് വന്നു,
കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവിടെ നിന്ന് ഞാൻ തിരിച്ചു കയറി വീണ്ടും ഞങ്ങൾ ഹാപ്പിനെസ്സിലേക്ക് വന്നു, ചിരിയായി കളിയായി ബഹളമായി. അതിനെ മാറ്റാൻ പഠിക്കണം, നമ്മൾ ഇമോഷൻസിനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ഇമോഷൻസ് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, നമുക്ക് വരും ഇമോഷൻസ്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമ്മളിപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ പോലും എനിക്കത് വന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് സ്നേഹം കിട്ടിയിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാലും രക്തബന്ധം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് മുറിച്ചു മാറ്റാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ഒത്തിരി ജീവിതത്തിൽ സഹായിച്ചിട്ടുള്ളൊരു അമ്മാവും കൂടെയാണ്. നമുക്ക് ഞാൻ BEdന് പോകാനായിട്ട് എനിക്ക് അഡ്മിഷൻ എടുത്ത് തന്നിട്ടുള്ളതും, എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വിവാഹത്തിന് എല്ലാം മുൻകൈ എടുത്ത് നിന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് എല്ലാത്തിനും അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ ഗ്രാറ്റിറ്റ്യൂഡ്, അതാണ് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റും എൻ്റെ ഒരു റിലേറ്റീവാണ്, ഒന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ടീച്ചറമ്മ കരയർന്ന് പഠിപ്പിച്ച ടീച്ചറമ്മയാണ്. ഞാൻ പറഞ്ഞു, മക്കളെ കണ്ണുനീരല്ല, അത് എൻ്റെ ഒരു നന്ദിയുടെ സൂചകമാണ്, എന്നെ അത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ലൈഫിൽ പല സിറ്റുവേഷൻസും വരുമ്പോൾ നമ്മളൊന്ന് ബാക്കടിച്ച് പോവും, തിരിച്ച് വീണ്ടും കയറുക. എനിക്ക് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല, അടുത്ത സെക്കൻഡ് ഞാൻ മാറി വീണ്ടും പോസിറ്റീവിലേക്ക് വന്നു. നമ്മുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻ, ഇപ്പം സങ്കടം വന്നു, ആ സമയത്ത് കരഞ്ഞിട്ട് ഒരു 2 മിനിറ്റിൽ തിരിച്ചു വന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ വിഷമങ്ങൾ മാത്രമല്ല, ദേഷ്യമായിക്കോട്ടെ, അതെ, പലതരത്തിലുള്ള ഇമോഷൻസ് നമ്മുടെ ഉള്ളിലൂടെ വന്നു പോകും. തീർച്ചയായിട്ടും നമ്മളിതെല്ലാം വെന്റ് ഔട്ട് ചെയ്യണമെന്നല്ലേ പറയാ, അതെ. നമ്മൾ നമ്മുടെ ഇമോഷൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഇല്ല, റെസ്പെക്ട് ചെയ്യാൻ പാടില്ല. അതായത് ആ ഇമോഷൻസ് വരുമ്പോൾ നമ്മൾ അതിനെ കളഞ്ഞു തിരിച്ചു കയറുക. അതായത് കളഞ്ഞു, ഇപ്പൊ രമ്യ ദേഷ്യം വന്നു എന്ന് വിചാരിച്ചു ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ദേഷ്യം പിടിച്ച് നിൽക്കാൻ പറ്റില്ല. സങ്കടം, ഇപ്പൊ അമ്മാവും മരിച്ചു എന്ന് പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് കരഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ല. തിരിച്ചു കയറുക, നമുക്ക് ഇമോഷൻസ് വരും, അതിനെ നമ്മൾ അപ്പം തന്നെ വെന്റിലേറ്റ് ചെയ്ത് കളയുന്നു. എനിക്ക് അന്നേരം ഒന്ന് കരയണം, ഒന്ന് അലറി കരഞ്ഞു, ഞാൻ കരഞ്ഞു, എന്റെ വിഷമം അവിടെ തീർത്തു, അതാണ് പലരും അത് വരാത്തത് കൊണ്ടാണ് അവര് പിന്നെ ഈ പറയുന്ന ഓവർ തിങ്കിങ്ങിലൂടെ ഡിപ്രഷനിലേക്ക് കടക്കുന്നത്. രമ്യ ചോദിച്ചില്ലേ, ക്ലാസ്സിൽ വരുന്ന ഒരാൾക്ക് ഗ്യാരണ്ടീഡ് ആണോ? ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു, വളരെ പോസിറ്റീവായി, നമ്മൾ എന്താ പറയുക, ഈ പ്രാക്ടീസുകളൊക്കെ അങ്ങ് മുടക്കുകയാണ്, നിർത്തുകയാണ്, ഇത് അറ്റൻഡ് ചെയ്യുന്നില്ല, നിർത്തുകയാണ്. ലൈഫിൽ ചെറിയൊരു പ്രശ്നം വരും, ഒന്ന് ബാക്കടിച്ചു പോയി, കുറച്ചുകൂടെ വലിയൊരു പ്രശ്നം വന്നു, ഒന്ന് ബാക്കടിച്ചു പോയി, ചിലപ്പോൾ ഒരു വലിയ പ്രശ്നം വരും, ഇവർ ഭയങ്കരമായിട്ടങ്ങ് ആ പറയുന്ന ഡിപ്രഷൻ അവസ്ഥയിലോട്ട് പോകും. ഭയങ്കരമായിട്ടൊരു സിറ്റുവേഷൻ വരും. നേരെ മറിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ, ഡെയിലി ഇതല്ലേ പാട്ട് പോലെ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഞാൻ എൻ്റെ എക്സാമ്പിൾ വെച്ചാൽ പറഞ്ഞു, ഇപ്പം ഞാൻ രമ്യടുത്ത് പറഞ്ഞ പോലെ, ഈ ഒരു മക്കളെ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, എനിക്കൊരു വിഷമം വന്നു, ഞാൻ കുറച്ചു നേരം കയറി, ഞാൻ തിരിച്ചു കയറി. അപ്പോൾ അവർക്ക് ഇത് മൈൻഡിൽ കിടക്കുക, അവരുടെ മെൻറ്റർ പറഞ്ഞു കൊടുത്തൊരു കാര്യം കിടക്കുക. അപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു, ഓക്കെ, ഒന്ന് പുറത്തോട്ട് പോയി, തിരിച്ചു കയറ്, വീണ്ടും ആ ട്രാക്കിലേക്ക് വാ. ഡെയിലി ഇത് പാട്ട് പോലെ കേട്ട് ഇവിടെ അവർ പോലും അറിയാതെ ഒരു മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഞാൻ പല എക്സാമ്പിൾസിലൂടെ പലരുടെയും കഥകളിലൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ മൈൻഡ് ഇങ്ങനെ ഹീലായിക്കൊണ്ട്, പിന്നെ പല ആക്ടിവിറ്റീസും ഉണ്ട് ഇത് വെന്റിലേറ്റ് ചെയ്ത് കളയാനുള്ള, ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഹീലാവും. എങ്ങനെയപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്, അതാണല്ലോ ഏറ്റവും വലിയ സംഭവം. നമ്മൾ നമ്മളായിട്ട് ഇരിക്കുന്നതിന്റെ പിന്നിൽ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന സംഭവം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. എങ്ങനെ അതിനെ നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യാം? സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ഒരുപാട് കണ്ടാമിനേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഒരു 0 to 8 years എന്ന് പറയുന്ന കാലഘട്ടം നമ്മുടെ ഉപബോധ മനസ്സ് മാത്രമാണ് ആക്റ്റീവ്. കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ ചിലർ ഭയങ്കര ക്രൂരമായിട്ട് പെരുമാറുന്നതാണ്. ചില പേരൻസ് വായിത്തോന്നിതൊക്കെ വിളിച്ചു പറഞ്ഞു, നീയൊക്കെ നശിച്ചു പോകുന്നൊക്കെ ശപിക്കുന്നതൊക്കെ കാണാം. കൊച്ചുങ്ങളുടെ മനസ്സിലേക്ക് ഇത് കയറിയാൽ പലർക്കും എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഇല്ലാത്ത? ലൈഫിൽ എല്ലാവർക്കും ആഗ്രഹമില്ല, രക്ഷപ്പെടണം, ബില്യനെയർ ആകണം, ഭയങ്കരമായിട്ട് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യണം, എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് പറ്റാത്തത്, കഴിവില്ലാത്തത് കൊണ്ടല്ല. ഈ ചെറുപ്പത്തിൽ കയറിക്കൂടിയതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുക, കണ്ടാമിനേഷൻസ്. അതെടുത്ത് കളയാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു പബ്ലിക് സ്പീക്കിങ്ങിന് ചെന്ന് നിൽക്കുമ്പോൾ, ചിലപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരിക്കും, ക്ലാസ്സിൽ ഇരുന്ന് കുരുത്തക്കേട് കാണിച്ചു, അല്ലെ ബോർഡിൽ കുത്തി വരച്ചുകൊണ്ടിരുന്നപ്പോൾ ടീച്ചർ പെട്ടെന്ന് ഇങ്ങോട്ട് കയറുന്നുണ്ട്, പോയിരിക്കും എന്ന് പറഞ്ഞൊന്ന് അലറിക്കാണും. ഇത് സബ് കോൺഷ്യസിലോട്ട് കയറിയൊരു കുട്ടിക്ക് പിന്നെ 10 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ പറ്റത്തില്ല. ആ ഒരു ഫീലിംഗ് കയറിക്കൂടി കാണും. അപ്പോൾ ആ പറയുന്ന ഈ നെഗറ്റീവ്സ് എന്തൊക്കെ, അതായത് ഞാൻ എൻ്റെ ലൈഫിൽ വിജയിക്കാൻ നോക്കിയ സമയത്ത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചു. ഈ പറഞ്ഞ ആത്മവിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്നൊരു വ്യക്തി ആയിരുന്നില്ല ഞാൻ. പബ്ലിക് സ്പീക്കിംഗ് എനിക്ക് പറ്റത്തില്ലായിരുന്നു. കാര്യം ചൈൽഡ്ഹുഡ് ട്രോമാസ് ഇതെല്ലാം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കിടന്നത് കൊണ്ട് തന്നെ ഒരു എന്താ പറയുക, പറക്കാൻ ചിറകുകൾ ചെറുപ്പത്തിലെ വെട്ടി അരിഞ്ഞ പോലെ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പം ഞാനത് എന്നെ തന്നെ ഇങ്ങനെ ഹീൽ ചെയ്തെടുത്ത് അപ്പം അതുപോലെ മനസ്സിനകത്ത് കിടക്കുന്ന ഈ കണ്ടാമിനേഷൻസ് എല്ലാം നമ്മുടെ സിൽവർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ചെയ്യിക്കുന്നൊരു പ്രാക്ടീസ് അതാണ്. നിങ്ങളുടെ ചൈൽഡ്ഹുഡ്
ടീനേജ് ഇങ്ങോട്ട് ഈ നിമിഷം എത്തി നിൽക്കുന്നിടം വരെയുള്ള ട്രോമാസ് എല്ലാം റിലീസ് ചെയ്യാനുള്ള പ്രാക്ടീസസ് പറഞ്ഞു കൊടുക്കും. ഇവരത് ചെയ്ത് കഴിയുന്നതോടുകൂടി ഓരോ മനുഷ്യരും എത്രയോ 40 വർഷം 50 വർഷമായിട്ട് ഹോൾഡ് ചെയ്തവർ പറയും ടീച്ചർമാർ നെഞ്ചിൽ കൊണ്ടുനടന്ന ഒരു കരിങ്കല്ലെടുത്ത് കളഞ്ഞ പോലെ ആശ്വാസം. 20-25 വർഷം ഉറക്കമില്ലാതിരുന്നവർ ഇന്ന് സുഖമായിട്ട് ന്യൂ ബോൺ ബേബീസിനെയൊക്കെ നമ്മൾ കുളിപ്പിച്ചു കൊണ്ടുവന്ന് തൊട്ടിലോട്ട് കിടത്തുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോവില്ലേ, അതുപോലെ ഉറങ്ങുക ഞങ്ങൾ. ആരോടും പകയില്ല, ദേഷ്യമില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല. പലരും ഇതൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. കുറേ ഇമോഷണൽ ബാഗേജസ് ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് മനുഷ്യർക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റാത്തത്. അതെടുത്ത് ദൂരെ കളയുമോ? മൈൻഡ് ഫ്രീ ആ. പലരും ചോദിക്കും ടീച്ചറമ്മ എങ്ങനെ ഈ ചിരിക്കുന്നത്? ഞാൻ ഉള്ളിൽ നിന്ന് ചിരിക്കുക. കാര്യം ഇതിനകത്ത് ആരോടും പകയില്ല. ദ്രോഹിച്ചിട്ടുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ണടച്ച് വിശ്വസിച്ച് ചങ്ക് പറിച്ചെടുത്ത് കൈ വെച്ചു കൊടുത്തിട്ട് ചതിച്ചിട്ട് പോയിട്ടുള്ളവരുണ്ട്. അവരോടൊക്കെ ഒരു ബിഗ് താങ്ക്സ്. അവർ തന്ന അനുഭവങ്ങളല്ലേ നമ്മളെ ഈ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ എവിടുന്ന ഈ ഊർജം? അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം. ഞാൻ പറയും വളരാനുള്ള ഏറ്റവും വളക്കൂറുള്ള മണ്ണെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മോശം അനുഭവങ്ങൾ. ആ അനുഭവത്തിൽ നിന്ന് പഠിക്കണം. ആ അനുഭവത്തിൽ കിടന്ന് തളർന്നിരിക്കാതെ കരഞ്ഞു വിഷമിച്ചിരിക്കാതെ അവിടുന്ന് ചാടി എഴുന്നേറ്റ് ആ അനുഭവങ്ങൾ ഓർത്താൽ മതി. എനിക്ക് തളരാൻ പറ്റാത്തത് ഞാൻ അനുഭവിച്ച അനുഭവങ്ങളൊന്നും ഓർത്താൽ മതി. എനിക്ക് അതിലും വലിയൊന്നും എനിക്ക് കിട്ടാനില്ല മോട്ടിവേഷൻ. എനിക്ക് എൻ്റെ ഉള്ളിൽ എൻ്റെ അനുഭവങ്ങൾ കിടപ്പുണ്ട്. ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ മുമ്പോട്ടേക്ക് വീണ്ടും ഞാൻ പോകും. ചിലപ്പോൾ ഒരു സിറ്റുവേഷനൊക്കെ വരും, ഭയങ്കരമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ പമ്പരം കറങ്ങുന്ന പോലെ ഒന്ന് കറങ്ങും. പിന്നെ ഞാൻ ചിന്തിക്കും വേണ്ട, എനിക്ക് തളർന്നിരിക്കാൻ പറ്റത്തില്ല. ഐ പുഷ് മൈസെൽഫ്. പോണെങ്കിൽ ആ വ്യക്തിക്ക് നല്ല മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാവണം. മെന്റൽ സ്ട്രെങ്ത് ഉള്ള വ്യക്തി ആയിരുന്നില്ല ഞാൻ. ഭയങ്കര വീക്ക്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മാവൻ മരിച്ചു എന്ന് പറഞ്ഞില്ലേ, ഈ പഴയ സുജയായിരുന്നെങ്കിൽ ആ നാട് മൊത്തം അറിഞ്ഞു ആലറിക്കരയും ഞാൻ അങ്ങനത്തെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ. സോഫ്റ്റ് ഹാർട്ടഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യത്തിൽ പോലും ദേഷ്യം പിടിക്കുക, സങ്കടം കാണിക്കുക, ഭയങ്കര. ഞാൻ എന്നെ ട്രെയിൻ ചെയ്തെടുത്ത് ഇങ്ങനെ മാറ്റിയെടുത്തതാണ്. അതായത് അത്രയും സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തി ഇത് ഞാൻ എന്നെ ഇങ്ങനെ ആ ഒരു മെൻ്റൽ ടഫ്നെസ് കൂട്ടിയെടുത്ത് ഇന്നിപ്പോൾ ഇത്രയും ലെവലിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ട്രെയിനിങ് കൊടുത്തെടുത്തത്. അതുകൊണ്ട് എനിക്കറിയാം ഏതൊരു മനുഷ്യന്, എത്ര കുഴി കിടക്കുന്ന മനുഷ്യന്, എത്ര ഡിപ്രഷനുള്ള, ഏത് മോശം അവസ്ഥയിലാണെങ്കിലും അവനെ എങ്ങനെ കൈപിടിച്ച് കൊണ്ടുവരാമെന്നുള്ള ഈ അനുഭവം വന്നത് എവിടുന്ന നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ, ആ അനുഭവം തന്ന പാഠം. അതാണ് ഞാൻ പറഞ്ഞ എല്ലാവരോടും ഗ്രേറ്റ്ഫുൾ ആണെന്ന് പറഞ്ഞത്. ആ അനുഭവങ്ങളില്ലായിരുന്നെങ്കിൽ രമ്യ ഞാൻ എങ്ങനെ വളരും? എനിക്ക് ജീവിതാനുഭവം, ഞാൻ കുറേ പുസ്തകം വായിച്ച് അറിഞ്ഞ് നമ്മുടെ ക്ലാസ്സിൻ്റെ ആണെങ്കിലും വീഡിയോസിനാണെങ്കിലും പ്രത്യേകത അതാ. ഞാൻ വേറെ ഒന്നുമല്ല പഠിപ്പിക്കുന്നത്, എൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെ. ഒരു പാഠപുസ്തകത്തേക്കാൾ എനിക്ക് ധാരാളമാണ് പഠിപ്പിക്കാൻ. എനിക്ക് ഒരുപാട് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഏത് കാര്യം പറഞ്ഞാലും എനിക്കൊരു കഥ പറയാനുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന സ്റ്റുഡൻറ്റിനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ വ്യക്തി എൻ്റെ തന്നെ ഒരു മിറർ റിഫ്ലക്ഷൻ ആണല്ലോ. ഇവരാ അത്രയും മോശം സാഹചര്യത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതിരുന്നിട്ടും എല്ലാവരും തള്ളി പറഞ്ഞിട്ടും ഞാൻ എൻ്റെ 2 മക്കളെയും കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞിരുന്ന സമയമുണ്ട്. ആരുമില്ലാതെ ഒന്ന് സപ്പോർട്ട് തരാൻ പോലും ആരും ഇല്ലാതിരുന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ട്. നമ്മൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞപ്പോൾ സുജാർ മോഹൻ്റെ ബന്ധുവാണ്, സുജാർ മോഹൻ ഇതാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കൂടെ നിൽക്കാൻ ഇപ്പോൾ നമുക്ക് സൂപ്പറാണ്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതാണ്, വിജയിക്കുന്നവൻ്റെ കൂടെ ലോകം നിൽക്കത്തുള്ളൂ, പരാജിതൻ്റെ കൂടെ നിൽക്കത്തില്ല. അപ്പം ഈ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ലൈഫിൽ എത്ര മോശം സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെങ്കിലും ഈ ഒരൊറ്റ വാക്ക് മതി, നിങ്ങൾക്ക് വിജയിക്കണം. ഒരാൾ വിചാരിച്ചാലും നമ്മളെ തളർത്താനും തകർക്കാനും നശിപ്പിക്കാനും പറ്റൂല. അവനവൻ വിചാരിക്കാതെ ഒരു മനുഷ്യൻ വിചാരിക്കുക എനിക്ക് മതിയാക്കാം, ഈ ജീവിതം തീരുമാനിച്ചാൽ അവൻ്റെ ലൈഫ് അവിടെ തീർന്നു. അതല്ല, എനിക്കിനി മുന്നോട്ട് പോകണം. എനിക്ക് എത്ര വരെ മുന്നോട്ട് പോകാൻ പറ്റുമോ എനിക്ക് പോകണമെന്ന് അവൻ്റെ ഉള്ളിലൊരു വാശി കയറിക്കഴിഞ്ഞ് ഹി വിൽ ബിക്കം അൺസ്റ്റോപ്പബിൾ. ഇനിയൊന്ന്, എന്താണ് ഈ സെൽഫ് ഡൗട്ട് ഉണ്ട് പല ആൾക്കാർക്കും. അതേപോലെ തന്നെ സെൽഫ് ലവ്, അതും ഇന്നിപ്പോൾ വളരെ കോമൺലി നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് ഈ സെൽഫ് ലവ് ഒക്കെ. പക്ഷെ ചില ആൾക്കാർ സെൽഫ് ലവ് വേണമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം ഞാൻ എന്നെ സ്നേഹിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അത് തെറ്റിദ്ധരിച്ചാണ് അത് വന്നിരിക്കുന്നത്. സെൽഫിഷ്നെസ് ആണ് സെൽഫ് ലവ് എന്ന രീതിയിൽ അത് പോർട്രേ ചെയ്ത് പോയിരിക്കുന്നു. മക്കളുടെ കാര്യം നോക്കില്ല, വീട്ടിലെ കാര്യം നോക്കില്ല, ഞാൻ ആദ്യം എന്റെ കാര്യം നോക്കട്ടെ, ഇതാണ് സെൽഫ് ലവ് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധാരണയുണ്ട്. അതെ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മേളിലുള്ള ഒരു വിശ്വാസമില്ലായ്മയും ഒരു സെൽഫ് ഡൗട്ടും, ഇത് രണ്ടും ക്ലിയർ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സെൽഫ് ഡൗട്ട് എവിടുന്നാ വന്നതെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ സബ് കോൺഷ്യസിലേക്ക് കയറിയ. ചെറുപ്പം മുതലേ പറയാണ് നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാടാ, നീയൊക്കെ മണ്ടന പൊട്ടനാ കഴുതേ, നീ ഒന്നും രക്ഷപ്പെടൂല. ഇതാ കൊച്ചിൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറും, സബ് കോൺഷ്യസിലേക്ക്. അവൻ്റെ ഉള്ളിൽ കിടക്കുക. അവൻ ഇപ്പോൾ മക്കളെ ചെറുപ്പത്തിലേ പറഞ്ഞ് പഠിപ്പിക്കുക, മക്കളെ നമ്മൾ പാവപ്പെട്ടവരാ, നമുക്ക്
പൈസയില്ല, നമുക്ക് ബുദ്ധിമുട്ട്, നമുക്ക് കഷ്ടപ്പാട്, ദാരിദ്ര്യം. അവൻ വളർന്നു വലുതാക്കി എത്ര സമ്പത്ത് നേടാൻ ശ്രമിച്ചാലും അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് പാടിക്കൊണ്ടിരിക്കും, ഇവിടെ നീ പാവപ്പെട്ടവൻ, അതിനെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ആ സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഈ പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങൾ ആരൊക്കെയോ ഇട്ട് തന്നതാ. സൊസൈറ്റി ഇട്ട് തന്നു കാണും, വീട്ടുകാരിട്ട് തന്നു കാണും, നാട്ടുകാർ ബന്ധുക്കളൊക്കെ ഇട്ട് തന്നു കാണും. നമ്മളിതെല്ലാം ഒരു കണ്ടെയ്നറിലോട്ട് വന്ന് വീഴുന്ന പോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്ന് വീണ് കിടക്കുക. അതാണ് ഈ കുട്ടികളോടൊക്കെ എപ്പോഴും നല്ല രീതിയിൽ പെരുമാറാവെന്ന് പറഞ്ഞത്, പ്രത്യേകിച്ച് 8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളോടും ഇതെല്ലാം കിടക്കുക. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ മാറ്റണം. അതിനൊക്കെ നമുക്ക് ഈ അഫർമേഷൻസ് നമ്മളെ സഹായിക്കും. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ കൊടുക്കണം, അതിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ കോൺഫിഡൻസ് ഇല്ല, അതിന് ഐ എം കോൺഫിഡൻറ്റ്, ഐ എം കോൺഫിഡൻറ്റ്, ഐ എം കോൺഫിഡൻറ്റ്, ഐ എം കോൺഫിഡൻറ്റ് നിരന്തരം ആ അഫർമേഷൻസ് പറയുമ്പോൾ ആ വ്യക്തിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാൻ പറ്റുന്നില്ല, നിരന്തരം വിഷ്വലൈസ് ചെയ്യാണ്. ആയിരക്കണക്കിന് ഓഡിയൻസ് ഇരിക്കുന്ന സ്റ്റേജിൽ നിന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നതും ഓഡിയൻസ് അതിങ്ങനെ കേട്ടിരിക്കുന്നതും പ്രസംഗം കഴിയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കൈയടിക്കുന്നതായിട്ട് ദിവസവും വിഷ്വലൈസ് ചെയ്യാണ്. അടുത്ത പ്രാവശ്യം നിൽക്കുമ്പോൾ കാല് വിറയ്ക്കത്തില്ല, കൈ വിറയ്ക്കത്തില്ല, ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സെൽഫ് ഡൗട്ടിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിനിടയിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സെൽഫ് ലോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പേ, ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞു ചില പാരന്റ്സ് നമ്മുടെ കുട്ടികളുടെ അടുത്ത് ഇല്ലായ്മകൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പറയാറുണ്ട്, നമുക്കില്ലെങ്കിൽ അത് നമ്മുടെ കുട്ടികളെ അറിഞ്ഞു വളർത്തണം എന്നും പറയുന്നുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾ വളരെ ലാവിഷാവും, ദൂരത്തിലേക്ക് പോകും. അപ്പൊ നമ്മൾക്ക് ഇത്രയേ പൈസയുള്ളൂ, നമ്മൾ അതിനുള്ളിൽ ജീവിക്കണം. ആ കഷ്ടപ്പാട് നമ്മൾ വെറുതെ കുഞ്ഞുങ്ങളെ നമ്മുടെ കഷ്ടപ്പാട് എന്തിനാ അറിയിക്കുന്നത്, അറിയിക്കണ്ട, അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്ന ഒരു തരത്തിലുള്ള പാരന്റ്സും ഉണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷേ സ്ഥിരം ബാക്കിയുള്ളവർ പറയുന്നതാണ്, നമുക്ക് എന്തുണ്ടോ ഉള്ളത് കുഞ്ഞറിയണം, നമുക്ക് ദുഃഖമാണെങ്കിലും ആ ദുഃഖവും നമ്മൾ പറഞ്ഞു തന്നെ വളർത്തണം. അപ്പൊ ഇപ്പൊ സുജ പറഞ്ഞ നല്ലൊരു പോയിന്റാണ്, മനസ്സിലായി. അതായത് കുഞ്ഞുങ്ങളോട് ഇഷ്ടം പോലെ അവരെന്താഗ്രഹിച്ചാലും അത് നടത്തി കൊടുക്കുമ്പോൾ, ഞാൻ എന്ത് ചോദിച്ചാലും നടക്കുമ്പോൾ അവർക്കൊരു വാശി വരും, എനിക്ക് ഇന്നത് വേണം എന്നുള്ളത്. അവിടെ നമ്മൾ റെസ്ട്രിക്ഷൻസ് വെക്കണം. അവർ ചോദിക്കുന്നത് അപ്പം നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇല്ലായ്മയാണ്, ബുദ്ധിമുട്ടാണെന്ന് പറയണമെന്ന് നിർബന്ധമില്ല. നമുക്ക് പറയാം, മക്കളെ നീ നന്നായിട്ട് പഠിക്കാം, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് മേടിക്കാം, അല്ലെ പിന്നെ അമ്മ മേടിച്ചു തരാം കേട്ടോ, പോസിറ്റീവായിട്ട് പറയാമല്ലോ. ഇപ്പം കുഞ്ഞ് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഇന്നൊരു കാര്യം, ഒരു സൈക്കിൾ വേണം, മക്കളെ സൈക്കിൾ അമ്മ മേടിച്ചു തരാം, മക്കളൊരു കാര്യം ചെയ്യും, ഈ പ്രാവശ്യത്തെ വെക്കേഷൻ ആകുമ്പോൾ അമ്മ മേടിച്ചു തരാം, പോസിറ്റീവായിട്ട് അവിടെ പറയാം. അപ്പോഴത്തേക്കും നമുക്കൊരു പൈസ വെക്കുമെങ്കിൽ അന്നേരം നമുക്ക് മേടിച്ചു കൊടുക്കാം. നമ്മൾ പാവപ്പെട്ടവരാ, നമുക്ക് സൈക്കിളൊന്നും മേടിക്കാൻ പറ്റത്തില്ല എന്നാൽ പൊടി കൊച്ചിൻ്റെ മനസ്സിലോട്ട് ഇട്ട് കൊടുത്താൽ ദാറ്റ് ഇസ് നെഗറ്റീവ്. യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ടു പോസിറ്റീവ്. അതുപോലെ നമ്മൾ മക്കളെ അല്ലലൊന്നും അറിയിക്കാതെ എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ, ഇവൻ ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, എനിക്കെന്തുകൊണ്ട് സമ്പത്തുണ്ടാക്കണം എന്നൊരു ചിന്ത വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ എന്താ പറയുക സമ്പന്നയായിരുന്നില്ല, നമുക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു ജീവിതത്തിൽ നമുക്ക് നേടണം. മക്കൾ നോക്കുമ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്, അപ്പോൾ അവർക്ക് അവിടെ ഒരു നീഡ് വരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറയും, മക്കള് അവരെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മൂത്ത മോൻ BBA കഴിഞ്ഞു, അടുത്ത MBAക്ക്, അവൻ എവിടെയെങ്കിലുമൊക്കെ ദൂരെ പോയി നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറയും വേണ്ടടാ, ഇവിടെ നിൽക്കുക, നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഹസ്ബൻഡ് പറയല്ല, അവന് ജീവിതാനുഭവം ഉണ്ടാവണം, അവനൊരു ദൂരെ പോയി പഠിച്ച് അവനൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് അവൻ ആ ജീവിതാനുഭവം ഉണ്ടല്ലോ, ജീവിതം എന്തെന്ന് പഠിക്കത്തുള്ളൂ. നമ്മളിങ്ങനെ നമ്മൾ എന്താ വിചാരിക്കും, നമ്മുടെ മക്കളെ ഒരു അല്ലലും അറിയിക്കരുത്, നമ്മൾ എത്രത്തോളം അല്ലലും അറിയിക്കാതെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൊടുക്കാതെ അവർക്ക് അത്രയും ഇത് കൊടുക്കുന്നു, പിള്ളേരില്ല ബ്രോയിലർ ചിക്കൻ്റെ അവസ്ഥയായിപ്പോവും. അവർക്ക് ജീവിതാനുഭവങ്ങൾ ഉണ്ടാവട്ടെ, അവർ പഠിക്കട്ടെ, അവരനുഭവങ്ങളിൽ നിന്നുകൂടെ പഠിക്കട്ടെ. നമ്മൾ തന്നെ കൂടുതൽ നമ്മൾ പലപ്പോഴും നമ്മൾ അനുഭവിച്ച് വേണം നമ്മളെ മക്കളറിയരുതെന്ന് വിചാരിക്കും. എല്ലാത്തിലും അങ്ങനെ സപ്പോർട്ട് കൊടുക്കാതെ കുറേയൊക്കെ അവരെ ഈ അമൂൽ ബേബീസിനെ പോലെ വളർത്താതെ അവരെ ജീവിത പാഠങ്ങൾ പഠിക്കട്ടെ, എന്നാലേ അവർ സ്ട്രോങ് ആവത്തുള്ളൂ. പല വലിയ സമ്പന്നന്മാരുടെയൊക്കെ മക്കളെ അവർ ഓരോ കടകളിലൊക്കെ സെയിൽസ്മാനായിട്ടും ജോലിക്കൊക്കെ വിടുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ആ ജീവിത പാഠങ്ങൾ പഠിക്കണം. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടും. നേരിച്ച് വീട്ടിലുള്ളവർക്ക് വേറെ ആർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്നോ അവർക്ക് ആർക്കും ഒന്നും ചെയ്തു കൊടുക്കണ്ടെന്നോ അല്ല. ഇപ്പോൾ പഴയ അമ്മമാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വസ്ത്രം വാങ്ങി ധരിക്കത്തില്ല, ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കത്തില്ല, ഒരു നല്ല സ്ഥലത്ത് യാത്ര പോകത്തില്ല. എല്ലാം ഇങ്ങനെ മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതം, ഭർത്താവ് മക്കൾ. ഒരു സമയം എത്തുമ്പോൾ മക്കൾ പഠിച്ച് അവർ ചിലപ്പോൾ US UK സെറ്റിലായി. എൻ്റെ ജീവിതകാലം മൊത്തവും ഞാൻ ഇവരൊക്കെ വേണ്ടി മാറ്റി വെച്ചു, എന്നിട്ട് അവനൊക്കെ പെണ്ണും കെട്ടി അവനൊക്കെ അവൻ്റെ വഴിക്ക്, എന്നെ നോക്കാൻ ആരുമില്ലേ, കാണാൻ ആരും, ഞാൻ എൻ്റെ ജീവിതം ആസ്വദിച്ചില്ലേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ മക്കൾ ചോദിക്കും, ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല. നമ്മൾ ജീവിക്കണം രമ്യ, ഞാൻ എൻ്റെ മക്കളുടെ പറയും, ഞാൻ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഏറ്റവും, എനിക്ക് ഒരു ലോകരാജ്യത്ത് എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെന്ന് തോന്നുന്നു, ഞാൻ അവിടെ പോവും, എൻ്റെ ലൈഫ് ആസ്വദിക്കും, നിങ്ങൾക്ക് തരില്ല എന്നുള്ളതല്ല, പക്ഷേ ഞാൻ എൻ്റെ കാര്യങ്ങളിലെല്ലാം, അതാണ് എൻ്റെ സെൽഫ് ലവ്.
ഐ എം ഗിവിങ് ഫസ്റ്റ് പ്രയോറിറ്റി ടു മൈസെൽഫ്. ഞങ്ങൾ ജീവിതത്തിൽ ഇപ്പോഴാണ് നമ്മൾ ലക്ഷറിയും ഇതൊക്കെ അനുഭവിക്കുന്നത്. നമുക്ക് എനിക്കും എൻ്റെ ഭർത്താവും ഞങ്ങൾ എവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കും, ഞങ്ങൾ എന്തൊക്കെ നേടണം, ഞങ്ങൾ അതെല്ലാം ചെയ്യും. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടല്ലോ ഉണ്ടാക്കി തരിക, സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കോ. എങ്കിലേ അവർക്കൊരു നീഡ് വരത്തുള്ളൂ. നമ്മൾ ഈ ആവശ്യത്തിലധികം സമ്പാദിച്ചിട്ട് ഇവിടുത്തെ പിള്ളേർ വിചാരിക്കുക പിന്നെ വേറെ പണിയൊന്നുമില്ല, അവന്മാർ മടിയന്മാരായിട്ട് ഫോണിൽ സ്ക്രോൾ ചെയ്ത് അങ്ങനെ ഇരിക്കുക. അപ്പൊ സെൽഫ് ലവ് എന്ന് പറയുമ്പം നമ്മളെ സ്നേഹിക്കുക, നമ്മളെ ഇഷ്ടപ്പെടുക. ചിലപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേർക്കും ജോലി ഉണ്ടാവും, ഇവര് കിട്ടുന്ന പൈസ മൊത്തം എന്ത് ചെയ്യും, മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കും. മക്കളെ പാഴിക്കളയലാണ്. അവരവരുടെ ജീവിതം ആസ്വദിക്കുക, നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു ധരിക്കുക, യാത്രകൾ പോകുക, നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുക, ഇന്റർനാഷണൽ ട്രിപ്പ്. എത്ര പേര് പോകാറുണ്ട്? അതൊക്കെ ഭയങ്കര എന്തോ വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ കണ്ടില്ലേ, ചായക്കട നടത്തിയ അപ്പൂപ്പനും അമ്മൂമ്മ അവർ പിന്നെ ചായക്കട നടത്തി അതിന് പൈസ കിട്ടുമ്പോൾ അവർ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആർക്കും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അത് പ്രായമൊന്നും ഒരു ഫാക്ടറൊന്നുമല്ല. അതുകൊണ്ട് മക്കളേന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാതെ അവരവർ ഇല്ലെങ്കിൽ ഒരു സമയം എത്തുമ്പോൾ ഉണ്ടല്ലോ രമ്യ, ഒരു സമയം എത്തുമ്പോൾ ഇപ്പം നമുക്ക് ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളൊരു സമയം എത്തുമ്പോൾ എല്ലാം ക്ഷയിച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കും ലൈഫിലോട്ട്. ഞാൻ ഇത്രയും വർഷം, ചിലർ ചിന്തിക്കും ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു, ചിലർ എൻ്റെ അടുത്ത് വന്ന് കരയാറുണ്ട്, മക്കളെ ഞാൻ ഇത്രയും വർഷം ഞാൻ ജോലി ചെയ്തു, എൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് എനിക്ക് പെൻഷൻ കാശ് കിട്ടിയത് അവർക്ക് വീട് വയ്ക്കുക, അവരെ കൊച്ചുങ്ങൾക്ക് മറ്റാൻ. ഞാൻ ജീവിച്ചിട്ടില്ല, ഞാൻ ജീവിച്ചില്ല. ഞാൻ സമ്പാദിച്ചു, എനിക്ക് നല്ലൊരു ജോലി കിട്ടി, എല്ലാം ഞാൻ മാടുപോലെ പണിയെടുത്ത് എല്ലാം സമ്പാദിച്ചു. പക്ഷേ എനിക്കൊരു ലൈഫ് ഉണ്ടായിട്ടില്ല, ഞാനൊന്നും ആസ്വദിച്ചില്ല. മക്കളോട് പറഞ്ഞവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞോ? സത്യം. നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് അവനവനൊരു പ്രയോറിറ്റി കൊടുക്കണം, അവരവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പം നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമുക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഹെയർ കട്ട് ചെയ്യണം, നമുക്കൊന്ന് ഒരുങ്ങി നടക്കണം, ചെയ്യുക. സമൂഹം എന്ത് പറയും, മറ്റുള്ളവരെന്ത് പറയും, നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം അവനവൻ ചെയ്യുക, അവനവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവനവൻ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. അമ്മമാരെ കണ്ടിട്ടില്ലേ, അവരെല്ലാം മക്കൾക്കും ഭർത്താവിനും കൊടുത്തിട്ട് വല്ലതും ഉണ്ടെങ്കിൽ കഴിക്കുക, ഇല്ലെങ്കിൽ അതൊന്നുമല്ല. നമുക്കും അതിനകത്തൊരു പങ്കുണ്ട്. എല്ലാം നമുക്കും ഇഷ്ടങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം സാറ്റിസ്ഫൈ ആവണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, ഞാൻ എനിക്ക് വേണ്ടുന്നതെല്ലാം എനിക്ക് കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്കും എല്ലാം എനിക്ക് കൂടെ നിൽക്കുന്നവർക്കും എല്ലാം ചെയ്തു കൊടുക്കും. സോ വി ഷുഡ് ഗീവ് ഫസ്റ്റ് പ്രയോറിറ്റി ടു അവർ സെൽസ്. അതൊരിക്കലും സെൽഫിഷ്നെസ് അല്ല. ചില ആൾക്കാർ പറയും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ ഭർത്താവാണ്, ഭർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മക്കൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പത്തെ സൈഡിൽ വേറെ ആൾക്കാർ പറയും എനിക്ക് എൻ്റെ മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഭർത്താവ് ആയാലും വേറെ ആരാണെങ്കിലും. ഇപ്പത്തെ സൈഡിൽ ചിലർ പറയും എൻ്റെ പാരൻസ് ആണ് എനിക്കിതെല്ലാം. കറക്റ്റ്. പക്ഷെ ഇതൊന്നുമല്ല, എനിക്ക് ഞാൻ തന്നെ ആയിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. ബാക്കി എല്ലാവരെയും സ്നേഹിക്കണം, അച്ഛനെ സ്നേഹിക്കണം, അമ്മയെ സ്നേഹിക്കണം, എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കണം. പക്ഷെ ആദ്യം നമ്മളെ ഹാപ്പിയാക്കി വെക്കുക. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ട് അതൊക്കെ ചെയ്യുക. കാര്യം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ആരുടെയും മേളിൽ കൊണ്ടുവന്നിട്ടിട്ട് കാര്യമില്ല. നമുക്ക് എത്ര ദിവസം ഉണ്ടോ ഉള്ള ദിവസം നമുക്ക് സന്തോഷമായിട്ടിരുന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു ദിവസം പോണ്ടി വരുമ്പോൾ ഞാൻ ജീവിച്ചു എന്നും പറഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകണം. ഇന്നിപ്പോൾ യമരാജൻ വന്ന് സുജാബ പോന്ന് പറഞ്ഞ് ഞാൻ ഹാപ്പിയാണ്, വേറെ ഒന്നും കൊണ്ട് പറയല്ല. കാര്യം എന്താ, ഞാൻ എവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചു ഞാൻ അവിടെ എത്തി. നേരെ മറിച്ച് ഞാൻ പഴയ സുജയായിരുന്നെങ്കിൽ ദൈവമേ ഞാൻ എങ്ങും എത്തിയില്ലല്ലോ, ഞാനൊന്നും നേടിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നേനെ. നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിച്ചു എന്നും പറഞ്ഞ്, എല്ലാ അർത്ഥത്തിലും ജീവിച്ചു എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ കഴിയണം. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് ഷോ ഓഫ് കാണിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ നമ്മുടെ ഉള്ളിൽ ഹാപ്പിയാണോ, നമ്മളെ തൃപ്തിപ്പെടുത്തണം. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഹാപ്പിയാണോ, റിയലി നമ്മൾ ഹാപ്പിയാണോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. നമ്മുടെ ഉള്ളിൽ സമാധാനമുണ്ടോ, സന്തോഷമുണ്ടോ. പലരും ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോസ് ഇടും, ഞങ്ങൾ അവിടെ കറങ്ങാൻ പോയി. മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ നമുക്ക് അവരൊക്കെ എത്ര ഹാപ്പി അടിച്ച് പൊളിച്ച് ജീവിക്കുന്നു. പല സെലിബ്രിറ്റീസിൻ്റെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ താഴെ ഓരോരുത്തർ കമൻറ്റ് എഴുതിയേക്കുന്ന കാണാം, ഇവരുടെയൊക്കെ ലൈഫാണ് ലൈഫ്. അവർ ചിലപ്പോൾ വീട്ടിൽ വലിയൊരു ഫൈറ്റും കഴിഞ്ഞിട്ടായിരിക്കും നിന്നൊരു ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. മറ്റുള്ളവരുടെ ലൈഫ് നോക്കിയിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യുക, നമ്മുടെ ലൈഫ് പോരാ എന്ന്. പക്ഷേ നമ്മൾ ഷോ ഓഫ് കാണിക്കുന്നതിലല്ല കാര്യം. നമ്മൾ നമ്മുടെ ഉള്ളിൽ ഹാപ്പിയാണോ, നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ, നമ്മളെ ഇഷ്ടപ്പെടുന്നു, നമ്മുടെ ജീവിതം ആസ്വദിക്കുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിലെ ഓരോ മൊമെൻറ്റും ഒരു ആഘോഷമാക്കണം. കാര്യം നൈമിഷികമായ ജീവിതം നമ്മുടെയൊക്കെ, നമ്മൾ ഇന്ന് വരെ ഐസ് ഉണ്ട് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മാവൻ്റെ കാര്യം, ഒരു ഹോസ്പിറ്റലിൽ പോയത് പിന്നെ തിരിച്ചു ഇന്ന് പറഞ്ഞ പോലെ നാളെ ഇന്ന് കാണുന്നവരെ നാളെ കാണണമെന്നില്ല, അത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മുടെ ലൈഫ്. അതുകൊണ്ട് ഉള്ള സമയം, ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഉള്ള സമയം സ്വന്തം ജീവിതം ആസ്വദിക്കുക. എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് അതൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങണം, ജോലിക്ക് പോകണം, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. അല്ല മറ്റുള്ളവരെ പഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ അവിടെ ഇരിക്കാനേ പറ്റൂ, കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അവിടെ ഇരിക്കാനേ പറ്റൂ. പക്ഷെ നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ കൂടെ ഉള്ളവരിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്ന് കിട്ടിയാലല്ലേ നമുക്ക് കുറച്ചു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു വീട്ടിൽ
ഒരു മാലാഖ. ഒരു ഒരു ആരിൽ വീട്ടിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ എക്സ്പെക്റ്റേഷനാണ് എപ്പോഴും റിലേഷൻഷിപ്പിൽ നമുക്ക് പെയിൻ ഉണ്ടാക്കുന്നത്. ഒരു വീട്ടിൽ ഒരാളൊരു മാലാഖയായാൽ മതി. ആ വ്യക്തി മാലാഖയായി മാറുമ്പോൾ, ഇപ്പോൾ നമ്മുടെ സിൽവർ ക്ലാസ്സിൽ സ്റ്റുഡൻസ് പറയാറുണ്ട്, ടീച്ചർ ഞാൻ മാറിയപ്പോൾ എൻ്റെ ഭർത്താവ് മാറി, മക്കൾ മാറി, ഇൻലോസ് മാറി, പേരൻസ് മാറി. എങ്ങനെ? നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അവർ നമുക്ക് സ്നേഹം തരണം, ഉം. അല്ല ഇവരെനിക്ക് സപ്പോർട്ട് തരണം, ഇവരെനിക്ക് കരുതൽ തരണം. അവരിലേക്ക് നമ്മളിങ്ങനെ ഒരു ബെഗറിനെ പോലെ Yeah. യാചിച്ചുകൊണ്ടിരിക്കുക. ഉം. No. നമുക്ക് ആരെയൊന്നും വേണ്ട. നമുക്ക് നമ്മളോടൊരു സെൽഫ് ലവ് ഉണ്ട്. നമ്മൾ മാറാൻ തയ്യാറായി, നമ്മൾ കംപ്ലീറ്റ് പോസിറ്റീവായി കഴിയുമ്പോൾ ക്ലാസ്സിൽ വരുമ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ മറ്റുള്ള വ്യക്തികളെ നോക്കുന്ന കാഴ്ചപ്പാട് ഞാൻ മാറ്റും. നമ്മൾ ഈ ലോകത്തെ നോക്കി കാണുന്ന കാഴ്ചപ്പാട് മാറ്റും. കാഴ്ചപ്പാട് മാറ്റുമ്പോൾ എന്താ, നമുക്ക് ആരിലും നെഗറ്റീവ് കാണാൻ പറ്റില്ല, എല്ലാവരിലും പോസിറ്റീവേ കാണാൻ പറ്റും. അവരെനിക്ക് സപ്പോർട്ട് തന്നാലും ഇല്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ. ഞാൻ പറയില്ല, സപ്പോർട്ട് തരുന്നില്ലെങ്കിൽ ഏറ്റവും വളരാനുള്ള ഏറ്റവും വളർന്നുള്ള മണ്ണല്ലേ അത്. സപ്പോർട്ട് തരുന്നില്ല, സ്നേഹം തരുന്നില്ല. ഈവൻ ഞാൻ പറഞ്ഞില്ല, ഹസ്ബൻഡ് പോസിറ്റീവ് ആയിരുന്നില്ല, അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് വളർന്ന് വന്നതിന് ശേഷം അദ്ദേഹം ഓക്കെ, നമ്മൾ സക്സസ്ഫുൾ ആയതിനു ശേഷം നമ്മുടെ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തു തരുന്നുണ്ട്. അവിടെ ആരും സപ്പോർട്ട് തരാനില്ലാതിരുന്നത് കൊണ്ടാണ് വളരണമെന്ന് തോന്നിയത്. അതുകൊണ്ട് ചുറ്റുമുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യണം, ചുറ്റുമുള്ളവർ എനിക്ക് സ്നേഹം തന്നാലേ, എനിക്ക് തരാത്തത് കൊണ്ടാണ് ഞാൻ വിജയിക്കാതെ. അവിടെ നമുക്കൊരു ബ്ലെയിമിങ് മെൻറ്റാലിറ്റി ഉണ്ട്, ഒരു വിക്ടിം മെൻറ്റാലിറ്റി ഉണ്ട്. ആരും വിക്റ്റിമല്ല, സാഹചര്യങ്ങളുടെ ഇരയല്ല. ആ ഇരയാണെന്ന് ചിന്തിക്കുന്നതിൽ നിന്നും ഒരു വിന്നർ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തണം. അവിടെ നമ്മുടെ തോട്ട് പ്രോസസ് ചേഞ്ച് ചെയ്യണം. വി ആർ ദ ക്രിയേറ്റർ ഓഫ് അവർ ഓൺ ഡെസ്റ്റിനി. വി ആർ ക്രിയേറ്റിംഗ് അവർ തോട്ട്സ്, വി ആർ ക്രിയേറ്റിംഗ് അവർ ലൈഫ് ത്രൂ അവർ തോട്ട്സ്. നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം എങ്ങനെയാകണമെന്ന വിധി എഴുതുന്ന നമ്മളാണ്. ദൈവം നേരത്തെ കുട്ടി ഒന്നും തീരുമാനിച്ചു വെച്ചിട്ടില്ല. വേണമെന്ന് വെച്ചാൽ ഒരു മനുഷ്യന് അവനെത്താൻ പറ്റുന്നതിന് പരിധികളില്ല. അതുകൊണ്ട് കണ്ണീരും കരച്ചിലുമായിട്ടിരിക്കുന്ന മനുഷ്യരൊക്കെ എൻ്റെ വാക്കി പറഞ്ഞാൽ ചാടി എഴുന്നേറ്റ് വേണമെന്ന് വെച്ചാൽ എവിടെ വേണേലും എത്താൻ പറ്റും. ബ്യൂട്ടിഫുൾ. സമയം വല്ലാണ്ട് പോകുന്നുണ്ട്. എന്നാൽ ലാസ്റ്റ് ഒരേ ഒരു ചോദ്യം Yes. ചോദിച്ചോട്ടെ. ചില ആൾക്കാർ അവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല, എല്ലാം നെഗറ്റീവായിട്ട് പോകുന്നു, അവരുദ്ദേശിക്കുന്ന ട്രാക്കിലൂടെ അല്ല പോകുന്നതെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവരെ ഇങ്ങനെ കേഴ്സ് ചെയ്യും. യെസ്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനിപ്പം സുജയിൽ നിന്നൊന്ന് പ്രതീക്ഷിക്കുന്നു, സുജ അതെനിക്ക് തന്നില്ല, ഉടനെ സുജനെ കേഴ്സ് ചെയ്യണു. ഇങ്ങനെ ഈ ശപിക്കുക, കേഴ്സ് ചെയ്യുക ചെയ്യാൻ പാടുമോ ആക്ച്വലി? പോസിറ്റീവായിട്ടുള്ള മനുഷ്യര് ആരെയും കേഴ്സില്ല. ഇപ്പോൾ നമ്മൾ തമ്മിൽ ഈവൻ സംസാരിക്കുന്നു. എന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് വെച്ചോ സുജ, ഉം. എന്നാ പോലും ഞാൻ ആ സുജയ്ക്ക് against ഒരിക്കലും, ശപിക്കാൻ അതായത് പാടില്ല. കേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് എൻ അട്ടർ നെഗറ്റീവ് പേഴ്സൺ. ഒരു പോസിറ്റീവായിട്ടുള്ള വ്യക്തി, ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു, ഇവിടെ എന്നോട് സംസാരിച്ച അത്രയും എനിക്കറിയാം സെക്കൻഡും താങ്കൾക്ക് കിട്ടിയ പോസിറ്റീവ് എനർജി ഉണ്ട്. നേരെ മറിച്ച് ഒരു അട്ടർ നെഗറ്റീവ് പേഴ്സണോടെയാണ് താങ്കൾ സംസാരിക്കുന്നുണ്ട്, താങ്കൾക്ക് നിർത്തി എപ്പോഴും പോയേനെ. മനസ്സിലാവുന്നത്, നമുക്ക് അവർ നമ്മുടെ എനർജി ഇങ്ങനെ ഊറ്റിയെടുക്കുന്ന പോലും, ഡ്രെയിൻ ചെയ്തെടുക്കുന്ന പോലും. അതായത് എനർജി വാമ്പയേഴ്സ് അല്ലെങ്കിൽ എനർജി സക്കേഴ്സ് എന്ന് പറയും നെഗറ്റീവ് ആൾക്കാരെ. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. ഇവൻ നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിൽ പോലും നമ്മളൊരു ബാരിയർ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇവർ നെഗറ്റീവാണ്. ഞാൻ പറയുന്നത്, മറ്റുള്ളവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാതെ നമ്മൾ മാറുക. നമ്മൾ മാറിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലം അവരിലും ഇവരിലും ഒന്നുമില്ല. അവരിപ്പോഴും ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ അടുത്ത് മോശമായി മുഖത്ത് കാണുമ്പോൾ തന്നെ പുച്ഛം കാണിക്കുന്ന പലരും ഉണ്ട്. എനിക്കറിയാം അതെന്തുകൊണ്ടാണ് പുച്ഛം കാണിക്കുന്നത്, ഇവളിങ്ങനെ വളർന്നു പോയല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ, ഞാൻ വളർന്നില്ലെങ്കിലും ഇവർ ഈ പുച്ഛം കാണിക്കും, ഞാൻ വളർന്നാലും പുച്ഛം കാണിക്കും. അവരവിടെ പുച്ഛം കാണിച്ചുകൊണ്ടിരിക്കും. എനിക്കത് ശ്രദ്ധിക്കാൻ സമയമില്ല. എനിക്ക് ദൈവം ഇനി എത്ര ദിവസം ആയുസ് തന്നിട്ടുണ്ടോ, എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് ഒരുപാട് പേരെ രക്ഷിക്കണം, എനിക്ക് എൻ്റെ ലൈഫിൽ സക്സസ്ഫുൾ ആകണം, എനിക്ക് എല്ലാവരെയും രക്ഷിക്കണം, എനിക്കത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഗോളിൽ ഫോക്കസ് ചെയ്യുക രമ്യ. നമ്മൾ വേറെ ഒരു മനുഷ്യരിലേക്ക് നോക്കണ്ട. അവരെ ഇവരെ മാറ്റിയെടുത്തിട്ട് നന്നാവാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരമാല കഴിഞ്ഞിട്ട് കടലിൽ കപ്പലോടിക്കാന്ന് പറഞ്ഞ അവസ്ഥ നടക്കത്തില്ല. അതുകൊണ്ട് അവരവരെ വഴിക്ക് വിട്ടിട്ട് നമ്മൾ പോസിറ്റീവായിട്ട്, നമ്മൾ ഹാപ്പി ആയിട്ട്, നമ്മൾ നല്ല നല്ല ക്ലാസ്സൊക്കെ എടുത്ത് പഠിച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് അറിവ് നേടി നമ്മൾ മുമ്പോട്ട് പോയാൽ അവനവൻ വേണമെന്ന് വിചാരിച്ചാൽ അവനവന് നടക്കും. അത്രയേ ഉള്ളൂ. നമ്മൾ 100% ആരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അത് നടക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി നമ്മൾ ജീവിക്കാതെ നമ്മളൊരു പീപ്പിൾ പ്ലീസർ ആവാതിരിക്കുക, മറ്റുള്ളവരിലേക്ക് ഫോക്കസ്. ഞാൻ പറയില്ല, എനിക്ക് ചുറ്റും കല്ലെറിയുന്ന ഒരുപാട് പേരുണ്ട്. എറിഞ്ഞോ മക്കളെ,
നിങ്ങൾ എറി, ഇനി എറി പ്ലീസ്, ഒന്ന് എറിയ്. ഒരു എറി ഈസ് ഈക്വൽ ടു 1000 സ്റ്റെപ്പായി എൻ്റെത്. അതുകൊണ്ട് എന്നെ വളർത്തത്തേ ഉള്ളൂ, തളർത്താൻ പറ്റൂല. ഇത് അങ്ങനെ തളരുന്നൊരു ആളല്ല. അത് എന്താ പറയാ, അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടാണ്. അപ്പം നമ്മൾ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗോളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോകും. അപ്പം എനിക്ക് വ്യക്തമായിട്ടുള്ള ഗോളുണ്ട്, എനിക്കിനി അടുത്ത് എത്തേണ്ട ഒരു ഗോളുണ്ട്, ഞാൻ അതിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്ത് പോകുന്നുള്ളൂ. ഇതൊക്കെ എൻ്റെ ചുറ്റും നടക്കുമെങ്കിലും എൻ്റെ ശ്രദ്ധ അതിലല്ല. ഫോക്കസ്, അതിനെയാണ് ഫോക്കസ് 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 ആൻഡ് ഫോക്കസ് ഓൺ യുവർ ഗോൾസ് എന്ന് പറയുന്നത്. ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു. അപ്പം നമുക്കിതൊന്നും നമുക്ക് കാണാനോ ശ്രദ്ധിക്കാനോ ഒന്നും സമയമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ രാത്രി വരെ ക്ലാസ്സാണ്. ഈ കല്ലെറിയുന്നവർ അവിടെ കിടന്ന് എന്തോ എറിയുന്നു, എന്തോ പറയുന്നത് അവരെ അവിടെ കിടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിനൊന്നും ശ്രദ്ധിക്കാൻ പോലും സമയമില്ല, താല്പര്യമില്ല. സമയത്തിനേക്കാൾ ഉപരി താല്പര്യം ഇല്ല. നമ്മൾ അങ്ങനെ പോവാ. ഇനിയും ചോദിക്കാൻ എനിക്ക് 1000 ചോദ്യങ്ങളുണ്ട്, അറിയാൻ 1000 കാര്യങ്ങളുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ സുജ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടം സുജ സംസാരിക്കുമ്പോൾ ഇത് ഇങ്ങനെ കേട്ടിരിക്കാൻ. എത്ര ഭംഗിയായിട്ട് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ ഇരിക്കുന്നത് ഒരു പോഡ്കാസ്റ്റ് ആയതുകൊണ്ടും ഇതിനൊരു ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ടും മാത്രം എനിക്കിതിവിടെ നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടി വരികയാണ്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഉടനെ തന്നെ വീണ്ടും കാണും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തിൽ. കേട്ടോ? താങ്ക് യു, രമ്യ. താങ്ക് യു.